നടുവിലായിരിക്കാൻ അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്പ ഗ്യാപ്പുകൾ വന്നെങ്കിലും വീണ്ടും ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്നല്ലാതെ പറയാനൊന്നുമില്ല. കർത്താവിന് തന്നെ മുഴുവൻ മഹത്വം അടിയൻ കരയേറ്റുകയാണ്. ആകയാൽ നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തിന് എന്താണ് നമ്മോട് സംസാരിക്കുവാനുള്ളത് എന്ന് നമ്മൾക്ക് കാതോർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രത്യേകിച്ച് സിസ്റ്റർ മീറ്റിംഗ് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുപോലെ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ അവൾ യേശുവിനെ തൊടാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ, ഹല്ലേലൂയ, അവളുടെ സാഹചര്യങ്ങളെ അവൾ നോക്കിയില്ല. നാളെ എന്താകും, അവൾക്ക് ഇനിയും ജീവനോടെ തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമോ എന്നൊന്നും അവൾ നോക്കിയില്ല. എന്നാൽ ഹല്ലേലൂയ, അവൾ വിശ്വാസത്തോടുകൂടെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ ഹല്ലേലൂയ, അവൾക്ക് പ്രാപിച്ചെടുക്കേണ്ടത് അവൾ പ്രാപിച്ചെടുത്ത് മടങ്ങിപ്പോയി. അവിടെ എത്രയോ ജനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. അത്രയും പുരുഷാരം കൂടെ നടന്നിട്ടും ഒരു വ്യക്തിക്ക് പോലും തോന്നിയില്ല യേശുവിനെ ഒന്ന് തൊട്ടേക്കാം, അല്ലെങ്കിൽ യേശുവിന്റെ വസ്ത്രം ഒന്ന് തൊട്ടേക്കാം എന്നില്ലേ. അവർക്ക് യേശുവിനെ തൊടായിരുന്നു. ഈസി ആയിട്ട് യേശുവിന്റെ കയ്യിലും അല്ലെ ഓടിച്ചാടിയൊക്കെ ആണെങ്കിലും തൊടായിരുന്നു. അവരാരും തൊടാൻ ശ്രമിച്ചില്ല. അവര് തൊടുന്നുണ്ട്. എങ്ങനത്തെ തൊടല, മുട്ടിയും ഉരുമി യേശുവിനെ ചിലപ്പോൾ കാണാൻ, യേശു അവരെ കാണണം എന്നൊക്കെ ചിന്തിച്ചായിരിക്കും അവര് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം. എന്നാൽ ഈ സ്ത്രീ, അവൾക്ക് വേണ്ടത് യേശുവിനെ കാണുകയല്ല. യേശു അവളെ കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ, എനിക്ക് ഒരു വിടുതൽ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ പോയി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവൾ തൊട്ടു. അവിടെ സംഭവിക്കുന്ന എന്താണ്? അവിടെ വിശ്വാസത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ആകയാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ. കാരണം ഇന്ന് ഞാൻ പറയുന്ന മെസ്സേജിനകത്തും ഞാൻ ആ വിശ്വാസത്തെ കുറിച്ച് പറയാനിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിന്റെ നിയോഗം എങ്ങനെയാ മനസ്സിലാകുന്നത്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് വചനം പറയുന്നതിന് തൊട്ട് മുമ്പ് ലീഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഒക്കെ ഒന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് തന്ന ആലോചന ഒന്ന് കോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് നമ്മളോട് ആ ഒരു രണ്ട് റൂട്ട് ഒരുപോലെ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ആകയാൽ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഈ കുറച്ച് ദിവസങ്ങളായി എന്നെ ആരും മീറ്റിംഗിന് വിളിച്ചാലും ഞാൻ പ്രസംഗിക്കുന്ന ഒരേ ടോപ്പിക്കാണ്. ഞാൻ ഇന്ന് കർത്താവിനോട് ചോദിച്ചു, അപ്പാ വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് തരാമോ? അപ്പൊ കർത്താവ് പറഞ്ഞില്ല, ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരു വചനമാണ്. ആകയാൽ നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ രഹബോധി വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ അതിനകത്തൂടെ കടത്തിവിട്ട്, ശോധനയെ കൂടെ കടത്തിവിട്ട് പഠിപ്പിച്ച്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിൽ ദൈവം എപ്പോഴും ജനത്തെ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ വചനം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ വചനം എങ്ങനെ ക്രിയ ചെയ്തു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ് എനിക്ക് ദൈവം ഇന്ന് നൽകി തന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നിവിടെ ഞാൻ വായിക്കുകയാണ്, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം ഒരു വട്ടമെങ്കിലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്ന് പറയുന്നത് ആരെന്ന് അവിടെ താഴെ പറയുന്നുണ്ട്. എന്തോ യഹോവയുടെ വായല്ലോ അരുളി ചെയ്തത്. അതായത് യെശയ്യാ പ്രവാചകനാണ് ഇത് എഴുതുന്നതെങ്കിലും യെശയ്യാവ് പറയുക, അവിടെ വന്നപ്പോ പറയുക, യഹോവയുടെ മഹത്വം വെളിപ്പെടുമെന്നും സകല ജഡവും കാണും. എന്നാൽ ഞാൻ പറഞ്ഞു എന്നല്ല, പകരം യഹോവയുടെ വായാണിത് പറയുന്നത്. യെശയ്യാവ് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഉറപ്പോടെ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം യെശയ്യാവ് നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നാൽ യഹോവയുടെ വാ പറയുന്നത് നമുക്ക് എത്ര പേർക്ക് 100% ഏറ്റെടുക്കാൻ പറ്റും. കാരണം കർത്താവ് പറഞ്ഞതൊക്കെ കർത്താവ് ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പം യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് വെറുതെ പറഞ്ഞങ്ങ് വിടുവല്ല, പകരം പറയുക, സകല ജഡവും അതിനെ കാണും. എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ലൈഫിൽ വെളിപ്പെടുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ മാത്രമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമുണ്ട്. മനസ്സിലായി? എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വന്നാൽ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ മറ്റുള്ളവരോട്, കർത്താവ് എന്നെ വിടുവിച്ചു, എന്റെ ഇന്ന വിഷയത്തിന്മേൽ മറുപടി കിട്ടി എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് കാണാനും അല്ലെങ്കിൽ കേൾക്കാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഇടയായിത്തീരുന്നു. അതാ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത. എന്താണ് ദൈവമഹത്വം? ഈ ദൈവമഹത്വം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മലയാളത്തിൽ നമ്മൾ പാടാറുണ്ട്, മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്, ഇല്ലേ? മഹത്വത്തിനും സ്തോത്രയാഗത്തിനും എന്നൊക്കെ നമ്മൾ പറയും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മുഴുവനും മഹത്വം ദൈവത്തിന്, അല്ലേ? നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയും ഓൾ ഗ്ലോറി ടു ഗോഡ്.
ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. കാരണം ദൈവത്തിന് ആ മഹത്വം. എന്നാൽ ഞാൻ യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഈ മീറ്റിംഗിൽ ഇരിക്കുന്നു, നമ്മുടെ തലമുറകളുടെ വിഷയത്തിലൊക്കെ ശരിക്കും നമ്മൾക്ക് ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? 100% നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഓരോന്നിനെ നോക്കി പറയാൻ കഴിയുമോ ഇത് ദൈവത്തിന്റെ മഹത്വമാണ്? കാരണം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയതല്ല, എൻ്റെ പ്രയത്നം കൊണ്ട് നേടിയതല്ല, എൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഞാൻ നേടിയതല്ല. പക്ഷെ എനിക്ക് ഓരോന്നിലേക്കും നോക്കുമ്പോൾ പറയാൻ കഴിയുമോ, ഇത് ദൈവത്തിന്റെ മഹത്വമാണ് കേട്ടോ. എൻ്റെ ഭർത്താവിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയുന്നുണ്ടോ? മക്കളിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ഞാനിപ്പോ പറയും സിസ്റ്റർ, എന്തുവാ സിസ്റ്റർ ഉദ്ദേശിക്കുന്ന ഈ ദൈവമഹത്വം? ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ദിവസം ഞാനിപ്പോ ഇവിടെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു, നിങ്ങളും ജീവനോടെ ഇരിക്കുന്നു. അതിനകത്ത് തന്നെ ദൈവത്തിന്റെ ഒരു മഹത്വം ഉണ്ട്. എന്തുവാണെന്നറിയാമോ? ദൈവം ഓക്സിജൻ തന്നത് കൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ലങ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ ശ്വാസം എടുക്കുന്നത്, ഇല്ലേ? അപ്പോ ഞാൻ ശ്വാസം എടുക്കുമ്പോ തന്നെ അതിനകത്തൊരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു കൊച്ചൊരു മെസ്സേജ് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേൾക്കുവാനിടയായിരുന്നു. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അദ്ദേഹം ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ യഹോവ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ യഥാർത്ഥമായ യഹോവ അല്ലെങ്കിൽ യാഹേ എന്നൊക്കെ നമ്മൾ പാട്ട് പാടും അല്ലെ, യാഹേ അങ്ങനെ ദൈവം എന്നൊക്കെ പാട്ട് പാടുമെങ്കിലും അദ്ദേഹം പറഞ്ഞ ശരി യഥാർത്ഥ ദൈവത്തിന്റെ പേര് യഥാർത്ഥത്തിൽ പറയുന്നത് യാവേ എന്നാണ്. യാവേ. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഓരോ സെക്കൻഡും ഞാൻ ആ പേര് ഓർക്കുമ്പോ കർത്താവേ എത്ര മഹത്വമാ, ഞാൻ മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ കാര്യം, ദൈവം നമുക്കൊക്കെ അറിയാം, ആദാമിനെ ഉണ്ടാക്കിയിട്ട് ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അല്ലെ? ജീവശ്വാസം അങ്ങോട്ട് കൊടുത്തു എന്നാ, ദൈവത്തിന്റെ ശ്വാസം അങ്ങോട്ട് കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തുവാ ഊതിയപ്പോ പോയെന്നറിയോ? ദൈവത്തിന്റെ നാമമാ ആദാമിന്റെ അകത്തോട്ട് പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, നമ്മൾ ഓരോ വട്ട ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, യാ വേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്ത് നോക്ക്. നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുക യാ വേ. അപ്പൊ അദ്ദേഹം പറയുക, ശ്വാസം പോകുമ്പോഴും മരിക്കാൻ കിടക്കുന്ന ആള് ദീർഘശ്വാസം വിടുമ്പോഴും എന്തോ പറയുന്നേ? യാ വേ. യാ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മലയാളത്തിൽ നോക്കുമ്പോൾ ഞാൻ യാ എന്നാണോ ശ്വാസം എടുക്കുന്നത് ചിന്തിക്കും. പക്ഷെ നമ്മുടെ ശ്വാസത്തിന്റെ ആ ശബ്ദം നിങ്ങൾ ശരിക്കും നോക്കിയാൽ, ഞാൻ നോക്കാൻ തുടങ്ങി അതിന് ശേഷം സത്യമാ. ഇന്ന് രാവിലെ ഞാനൊന്ന് മെസ്സേജ് പറയുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഞാൻ ഒരു 5-6 വട്ടം ഒന്ന് ശ്വാസമൊക്കെ ഒന്ന് എടുത്തു. കാരണം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്ക് പ്രോപ്പറായിട്ട് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുകയായിരുന്നു. ഞാൻ പ്രിയ സിസ്റ്ററെ ഒക്കെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥനയുടെ ഫലം ഇന്ന് ഞാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്വാസം വിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. അന്ന് ശ്വാസത്തിന്റെ വില എന്തെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. മനസ്സിലായോ? ശ്വാസം ഉണ്ട്, ചുറ്റും ഓക്സിജൻ ഉണ്ടെങ്കിലും അത് ശ്വസിക്കാൻ നമ്മുടെ ശരീരത്തിന് മൂക്കിൽ കൂടെ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലങ്സിന് അതിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വീര്യൻ ആന്ന് പറഞ്ഞാലും, എത്ര ധൈര്യമുള്ള ആളാന്ന് പറഞ്ഞാലും, എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഞാൻ അപ്പോൾ ഓർത്തു, കർത്താവേ അങ്ങയുടെ മഹത്വമാ. ദൈവത്തിന്റെ മഹത്വം എവിടെ വെച്ചേക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം തന്റെ നാമത്തിനുണ്ട്. ആ മഹത്വം ഇല്ലേ? കർത്താവിന്റെ പേരിനൊരു മഹത്വമുണ്ട്, കർത്താവിന്റെ പ്രവർത്തിക്ക് ഒരു മഹത്വമുണ്ട്, കർത്താവ് ചെയ്യുന്ന എല്ലാത്തിനകത്തും ഒരു മഹത്വമുണ്ട്. മനസ്സിലാകുന്നില്ല തന്റെ മഹത്വം. പിന്നെ ദൈവാത്മാവ് നമ്മോട് പറയുക, നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ കണികളും നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലോട്ട് നോക്കിയാലെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എന്റെ ശരീരം ദൈവത്തിന്റെ ഒരു മഹത്വമാണ്. കാരണം ഈ ശരീരം ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, ഇല്ലേ? ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട് എത്രയോ അപകടങ്ങൾ നമുക്ക് വരാം. നമ്മൾ യാത്ര ചെയ്തപ്പോൾ എത്ര അപകടങ്ങൾ വരാം. നമ്മളെ പോലെ യാത്ര ചെയ്ത എത്രയോ പേര് അപകടങ്ങളിൽ പെട്ട് കൈ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ട്, കാഴ്ച നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ടൊക്കെ കിടക്കുമ്പം ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ ഈ ശരീരം, എൻ്റെ തല തൊട്ട് കാല് വരെ ഞാൻ നോക്കിയാൽ കർത്താവ് അങ്ങയുടെ മഹത്വമല്ലാതെ എനിക്ക് പറയാനൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ച് കുക്ക് ചെയ്തുകൊണ്ടാണോ പൊള്ളലൊന്നും ഏക്കാതെ ഇവിടെ ഇരുന്നത്? ആണോ? ഞാൻ ഭയങ്കര കെയർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് പാചകമൊക്കെ ചെയ്യുന്ന പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്രയോ പേര് ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോലും കയ്യബദ്ധം പറ്റി
ഇല്ലേ? ഗ്യാസ് സിലിണ്ടർ പൊട്ടിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ദേഹത്ത് വീണോ ഒക്കെ എത്രയോ പേർക്ക് ഈ ലോകത്ത് മരിക്കാം. എന്നാൽ നമ്മളൊക്കെ എത്രയോ എത്രയോ അപകടങ്ങൾ പതിയിരുന്നിട്ടും നമ്മളൊക്കെ കർത്താവിന്റെ മഹത്വത്തിന്റെ മറവിലായത് കൊണ്ടാ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും ദൈവ മക്കൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ സ്വയം മഹത്വം എടുക്കുന്ന അവസ്ഥകളുണ്ട്. മനസ്സിലായോ? ഞാൻ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്റെ മോള് മിടുക്കി ആയതുകൊണ്ട് അവൾക്ക് ആ ഇന്റർവ്യൂ പാസ്സാവാൻ പറ്റി. അവള് പണ്ടേ മിടുക്കിയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ജോലി കൊടുക്കണം, ഇന്റർവ്യൂ നന്നായിട്ട് പാസ്സാവാനുള്ള കൃപ കൊടുക്കും. പാസ്സായി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് 10 പേരുടെ മുമ്പിലോട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോൾ പറയുന്ന രീതി എന്താ? എനിക്ക് അല്ലേലും അറിയായിരുന്നു എന്റെ കൊച്ചിനെ കിട്ടുമെന്ന്. അവള് ഭയങ്കര മിടുക്കിയ. പണ്ടേ സ്കൂളിൽ ഫുൾ A+ആ. ചോദിച്ചതിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയും. ശരിക്കും ഒന്ന് ചിന്തിക്കണം. എത്ര കഴിവുണ്ടെങ്കിലും അവിടെ പോയി ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ കർത്താവ് ഓർമ്മ അങ്ങ് കെടുത്തിയാൽ എന്ത് പറ്റും? സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? അപ്പൊ ദൈവമഹത്വം അല്ലേ അതിന്റെ യഥാർത്ഥ കാരണം? നാവ് കുഴഞ്ഞു പോയാൽ എന്ത് ചെയ്യും? നാവ് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന എന്ത് ചെയ്യും? ദൈവമക്കളെ, അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു മഹത്വവും ഒരു രീതിയിലും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഞാൻ എന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന്. വിട്ടുകൊടുക്കാൻ കർത്താവ് തയ്യാറായാൽ പോലും നമുക്കത് ഏറ്റെടുക്കാനും പറ്റത്തില്ല. കാരണം എന്താ? ദൈവത്തിന്റെ മഹത്വം അത്ര വലുതാണ്. ദൈവത്തിന്റെ നാമത്തിന് ഒരു മഹത്വമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികളിൽ ഒരു മഹത്വം മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ പറയുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലാണ് ഇന്ന് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ നോക്കുമ്പോൾ അസാധ്യതകളാ കാണുന്നതെങ്കിൽ കർത്താവ് പറയാം, മോളെ നീ ഒറ്റ കാര്യം പ്രാർത്ഥിക്ക്, എന്റെ മഹത്വം ആ വിഷയത്തിൽ ഒന്ന് വെളിപ്പെടാൻ പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവ് എന്റെ ജീവിതത്തിൽ ഇന്ന വിഷയത്തിന്മേൽ മറുപടി തരണം, ഇങ്ങനെ നടക്കണം, ഇതുപോലെ പോയെങ്കിൽ കൊള്ളാമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് പറയും, അതിനകത്തൊക്കെ ഇച്ചിരി നിനക്കുള്ള മഹത്വത്തെ എടുത്തിട്ടാ പ്രാർത്ഥിക്കുന്നത്. എന്ന് വെച്ചാൽ എന്നാ, ഇങ്ങനെ നടന്നാൽ മറ്റുള്ളവർ പറയും, അല്ലെങ്കിൽ സഭക്കാർ മുമ്പ് എനിക്കൊന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റും. അവിടെ നമ്മൾ നോക്കുന്ന എന്താ? എനിക്കൊന്ന് തല ഉയർത്തി നിൽക്കണം. എന്റെ മോടെ വിവാഹം നടന്നാൽ, എന്റെ മോന്റെ ജോലി കിട്ടിയാൽ, അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒന്ന്, ഇതുവരെ നിന്നയായിരുന്നു, ഇതുവരെ പരിഹാസമായിരുന്നു, എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് നിൽക്കാം. എന്തിനാ നിൽക്കുന്നേ? അപ്പൊ എല്ലാരും പറയോ, സിസ്റ്ററുടെ പ്രാർത്ഥന ഫലിച്ചല്ലോ, സിസ്റ്റർ ബോസ്റ്റും പ്രാർത്ഥിച്ചു, ഒന്നും വൃതാവായില്ല. അപ്പൊ മഹത്വം ആർക്കാന്നറിയോ? എന്റെ ഉപവാസത്തിനും എന്റെ പ്രാർത്ഥനയ്ക്കും. ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കും ഇല്ലേ? ഒന്ന് പറയുമ്പോ പോലും. കർത്താവ് പറയോ, മക്കളെ എന്റെ മഹത്വം അത്. മനസ്സിലാവുന്നുണ്ടോ? മകന് ജോലി കിട്ടുന്നതും മകളുടെ കാര്യങ്ങൾ നടക്കുന്നതും എല്ലാം എന്റെ മഹത്വം, ഞാനാ അത് ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവമഹത്വം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. പിശാച് അതിന്റെ മേൽ മുതലെടുക്കും. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, അപ്പാ അങ്ങക്ക് ഞാൻ മഹത്വം തന്നോളാം. എന്ത് പ്രവൃത്തി നടന്നാലും അങ്ങക്ക് മഹത്വം. ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തു പറയുമ്പോൾ അവിടെ വെളിപ്പെട്ടത് എന്തുകൊണ്ട് വെളിപ്പെട്ടു, എങ്ങനെ വെളിപ്പെട്ടു എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ മഹത്വത്തെക്കുറിച്ച് പഠിച്ചു വന്ന പരിശുദ്ധാത്മാവിനോട് പറയും, സകല ജഡം അതിനെ കാണും. അപ്പൊ ബൈബിളിൽ നമ്മൾ വചനം വായിച്ചു വരും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എങ്ങനെയായിരുന്നു. ആരംഭത്തിൽ തന്നെ ഞാൻ പറയാം, ആദ്യത്തെ പോയിന്റ്, കാണുന്ന മഹത്വം. നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ഇവിടെയാ സങ്കീർത്തനങ്ങൾ 9:1 പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ, എങ്ങനെ എഴുതിയിരിക്കുന്ന, ആകാശവിധാനങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കും, അല്ലെ? ആ മഹത്വം എന്തുവാ? അവിടെ പറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യേകത എന്താ? ആകാശവും ഭൂമിയും ചുറ്റുമുള്ള നമ്മളെ ചുറ്റും കാണുന്ന പലതും നോക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും, ഇല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പലപ്പോഴും ആകാശം നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇത്ര ഭംഗിയായിട്ട് ആർക്ക് ചെയ്യാൻ കഴിയും? ഈ ലോകത്തിലെ ഒരു പെയിന്ററിന് ചിലപ്പോൾ ഇത്രയും സൂപ്പറായിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ കളർ ചേഞ്ച് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പല രീതിയിലാ ഈ ഒരു ആകാശം. ചിലപ്പം ഇളം നീല കളറുള്ള ആകാശം, പിന്നെ വെള്ള ആകാശം, വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതൊരു ചുമന്ന കളറിലേക്ക് വരുന്നത് കാണാം.
അല്ലെ? ചിലപ്പോൾ ഒരു ഓറഞ്ച് നിറം കാണാം. സൂര്യൻ അസ്തമിച്ചു വരുമ്പോൾ പല നിറങ്ങളിൽ നല്ല രീതിയിൽ ഈ ആകാശത്തെ കാണുമ്പോൾ കർത്താവ് പറയാ, അത് കാണുമ്പോൾ ഓർക്കണം അത് ആരാ സൃഷ്ടിച്ചതെന്ന്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ കൈയല്ല. ഹല്ലേലൂയ. എന്റെ നാമം, ഹല്ലേലൂയ, ഞാനാണ് അത് സൃഷ്ടിച്ചതെന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ കർത്താവിന്റെ മഹത്വത്തെ കണ്ണുകൊണ്ട് കാണുക. ഇല്ലേ? കാണുമല്ലേ? അവിടെ കർത്താവിന്റെ മഹത്വം എന്തുവാ? ഒറ്റ വാക്കുകൊണ്ട്, ഒറ്റ വാക്കുകൊണ്ട്. നമ്മളാണ് ഈ ആകാശം ഉണ്ടാക്കാൻ നിന്നിരുന്നെങ്കിൽ എത്ര വർഷങ്ങൾ എടുത്തത്? ഇതുവരെയെങ്കിലും ഉണ്ടാക്കി തീരുമായിരുന്നോ? പറ്റത്തില്ല. ഇല്ലേ? നമുക്ക് പറ്റത്തില്ല. എന്നാൽ കർത്താവ് ഒറ്റ വാക്കുണ്ട്, ഉണ്ടാകട്ടെ, ദേ ഉണ്ടായി. ഉണ്ടായിരിക്കുന്നു. സൂര്യൻ ഉണ്ടായി, ചന്ദ്രൻ ഉണ്ടായി, സസ്യങ്ങൾ ഉണ്ടായി. ഇവിടെയെല്ലാം നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വം കാണുകയാണ്. ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാ. ഇത് കാണുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കണം, എന്റെ ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്. എന്റെ ദൈവത്തിന് ആ മഹത്വം. മനസ്സിലായോ? കർത്താവിന് മാത്രം ആ മഹത്വം, കാണുന്ന മഹത്വം. പ്രകൃതിയിൽ നിന്ന് മാറി നമ്മുടെ വീട്ടിലേക്ക് നോക്കാം. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന്, എനിക്കറിയില്ല ഞാൻ രഹബോത്തിൽ വന്ന ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ടോന്ന്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഡിസംബർ മാസം, ഇന്നിപ്പോ 9 എന്നാൽ ഞാൻ പറഞ്ഞ ഈ ഒരാഴ്ചകളിൽ കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബം കടന്നുപോയ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന് ഡിസംബർ 6 കഴിഞ്ഞ വർഷം ഒരു മൈനർ സ്ട്രോക്ക് ഉണ്ടായി. മൈനർ സ്ട്രോക്ക്. നിൽക്കുന്ന നിപ്പിൽ, ഞാൻ അതാ പറഞ്ഞേ, നമ്മളൊക്കെ നിൽക്കുന്നതും കൃപയാൽ, അല്ലെ? കൃപയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ലാതെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ആള് നടക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന, ഈ മുറിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴും കുഴപ്പമില്ല. ഞാൻ പോയി കിടക്കാൻ പോവാ, നാളെ രാവിലെ എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ, പോയി കിടന്നോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കാണുന്ന കാഴ്ച, കൈ ഇരിക്കുന്ന ഫോൺ എടുത്ത് നിലത്തോട്ട് എറിയുന്നു. ഇപ്പൊ ഞാൻ ഓർത്ത്, എന്തിനാ കൈ ഇരിക്കുന്ന ഫോൺ എറിയുന്നത്? പുതിയ ഫോണാ. നോക്കുമ്പോ എന്തുവാ, ഈ അദ്ദേഹം കുനിഞ്ഞു നിന്ന് ഈ ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൈ ഇപ്പൊ തന്നെ, നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോ നിങ്ങൾ ഫോൺ എടുത്തു, നിങ്ങൾ സൂം ഓൺ ആക്കി, ഇല്ലേ? ഇതെല്ലാം പാസ്കോഡൊക്കെ അടിച്ചു, ഈ വിരലൊക്കെ അനങ്ങുന്നുണ്ടല്ലോ. ഇതിന്റെയൊക്കെ മഹത്വം എന്താ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ക്രെഡിറ്റ് ആണോ? അല്ല. ഇത് ചലിക്കാൻ ദൈവം മോളിൽ നിന്ന് അനുവദിക്കണം. ഈ വിരല് ചലിക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോ അദ്ദേഹത്തിന് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ 5 വിരലും കൂടെ കോർഡിനേറ്റ് ആയി വരുന്നില്ല. പകരം ഫോൺ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പിടിക്കുന്നില്ല. കുനിഞ്ഞെടുത്ത് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോക്ക് നോക്കിയപ്പോഴാണ് ഭീകരത്വം മനസ്സിലാവുന്നേ. ഞാൻ ആ ഫോൺ എറിയുന്നതിന് തൊട്ട് മുമ്പുള്ള കയ്യിൽ നിന്ന് ഫോൺ താഴെ പോകുന്ന പോലെ തോന്നി, പക്ഷെ ഇങ്ങനെ ഇട്ടത്. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്റെ ഹസ്ബൻഡിന്റെ മുഖം കണ്ടതാ. ഒരു കുഴപ്പമില്ല, നേരെ ഇരുന്ന മുഖം. പക്ഷെ ഫോൺ താഴെ പോയി എടുക്കുന്ന സമയത്ത് കാണുന്ന മുഖം എന്തോന്നറിയാമോ? ഒരു വശത്തോട്ട് കോടിയിരിക്കുന്ന മുഖം, ഇടത്തോട്ട് കോടിപ്പോയി. ഈ വശം മൊത്തം കോടി, ഇങ്ങനെ ചുണ്ട് താഴോട്ട് വീണ് നിൽക്കുക. പെട്ടെന്ന് ഞാൻ കയ്യിലോട്ട് നോക്കിയപ്പം ഈ കൈ ഇങ്ങനെ തളർന്നു പോയിരിക്കുക. പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യണം. രാത്രി 10:30 മണിയായി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്, എനിക്കറിയാം വീണ് പോകുമെന്ന് അറിയാവുന്ന, പെട്ടെന്ന് ഓടിപ്പോയി പിടിച്ചു കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ ചെയർ വരെ, ഇടത്തെ കാലും ഇടത്തെ കൈയും സത്യം പറഞ്ഞ ഇങ്ങനെ ഞാൻ പറയാം, ഇടത്തെ കാല് വലിച്ചുകൊണ്ടാണ് ഞാൻ കൊണ്ടിരുത്തുന്നത് ചെയറിൽ. നടക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല, ഇടത്തെ സൈഡ് മൊത്തം മരവിച്ച് പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. ചെയറെ കൊണ്ട് ഈ ഡൈനിങ് ടേബിളിൽ ഇരുത്തുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഈ കൈ ഇങ്ങനെ നിൽക്കും. അദ്ദേഹത്തിന്റെ ബുദ്ധി പറയുന്നുണ്ട് ചെയ്യാൻ, പക്ഷെ ബ്രെയിനും ബോഡിയായിട്ടുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോയി, ചെയ്യുന്നില്ല, സെൻസേഷൻ പോയി. വലത്തെ കൈ വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ഹസ്ബൻഡും ഈ സ്ട്രോക്ക് പേഷ്യൻസിനെ ഒക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സ്ട്രോക്ക് ആണ്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ തുപ്പൽ ഒഴുകുക താഴോട്ട്, കാരണം ഡ്രൂളിങ് ഒരു സൈഡിലോട്ട് പോയതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം ഓക്കെ ആണെന്ന് പറയാൻ പോലും നാവെടുത്ത് ഒരു ഓക്കെ പറയാൻ പറ്റാത്ത അവസ്ഥ. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ ശരീരത്തിലോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്റെ നാവ് അനങ്ങുന്നുണ്ടല്ലേ, എന്റെ കൈകൾ അനങ്ങുന്നുണ്ടല്ലേ, ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എന്റെ ശരീരം വരുന്നുണ്ടല്ലേ, കസാര ഇരിക്കണമെന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഹല്ലേലൂയ. എന്നാൽ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഓർക്കണം, ഇത് തന്ന ദൈവത്തിന് മഹത്വം നമ്മൾ ഈ ശരീരം കൊണ്ട് കൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, പെട്ടെന്ന് പേഷ്യന്റ്, എനിക്കറിയാം ഇങ്ങനത്തെ സ്ട്രോക്ക്, ഞാൻ ഒരു നേഴ്സ് ആയിരുന്നത് കൊണ്ട് എനിക്കറിയാം 8-9 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ്സിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. നമുക്കറിയാവുന്ന കാര്യം എന്താ? പെട്ടെന്ന് 911 വിളിക്കുക, അല്ലെ? ഞങ്ങളുടെ ഇവിടത്തെ അനുസരിച്ച് 911 വിളിച്ച പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ. അന്ന് എന്റെ ചർച്ചിലെ ഒരു മോളും ഉണ്ടായിരുന്നു.
ഈ വീട്ടില്. പെട്ടെന്ന് ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ ഒന്ന് ഓടി വാ. അപ്പൊ അവളും കണ്ടു, അവളും വെപ്രാളപ്പെട്ടു. അപ്പൊ ഈ മോള് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ പോയി 911 വിളിക്കാം. ഞാൻ പറഞ്ഞു, ഓക്കെ മോള് പോയി 911 വിളിക്കാം. എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. അത് എന്റെ ശരീരം മരച്ചിരിക്കുക. എന്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ അപ്പൊ കാണുന്നത്. അറിയാലോ, 2 പിഞ്ചു കുഞ്ഞുങ്ങള്. അന്ന് മോന് 3 വയസ്സ്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ 2 പേരെ നോക്കുമ്പോ എനിക്ക് വെപ്രാളം കൂടുക. കർത്താവേ, പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ഈ 2 കുഞ്ഞുങ്ങളെ കുറിച്ച് എന്നുള്ള ഒരു ചിന്ത പെട്ടെന്ന് വരുന്നു. പ്രാർത്ഥിക്കണമെന്നുള്ളിൽ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും വരുന്നില്ല. വാക്കുകൾ ഒന്നും എനിക്ക് വരുന്നില്ല. ഹസ്ബൻഡിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, ഇങ്ങനെ ആക്ഷൻ കാണിക്കുക, 911 വിളിക്കേണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്, നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പെട്ടെന്ന് പറയുക. പ്രാർത്ഥിക്കണമെന്നുള്ളിൽ ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സ്വർഗസ്നായ എന്റെ പിതാവേ, നല്ല ദൈവമേ പ്രാർത്ഥിച്ചു തുടങ്ങാൻ വേണ്ടി ഞാൻ എത്ര കൊണ്ട് ശ്രമിച്ചിട്ട് എനിക്ക് പ്രാർത്ഥന വരുന്നില്ല. പകരം എന്തോ ഒന്ന് എന്നെ ബ്ലോക്ക് ചെയ്യുക. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈ മോൾ ഓടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി 911 കിട്ടുന്നില്ല. അതിവിടെ നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഈ അമേരിക്കയിലെ നെറ്റ്വർക്ക് നമ്മുടെ ഫോണിൽ പോലും 911 പോകും, കോള് ഡയലാവും. പക്ഷെ ഈ മോടെ ഫോണിൽ എത്ര വട്ടം 911 ഡയൽ ചെയ്തിട്ട് മോക്ക് കോള് പോകുന്നില്ല. 2, ഞാൻ പെട്ടെന്ന് എന്റെ ഫോൺ എടുത്തു. എനിക്ക് 911 വിളിക്കാനല്ല തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് എന്റെ മമ്മിയെ വിളിക്കാനാണ് തോന്നിയത്. എന്റെ മമ്മി പ്രാർത്ഥിക്കും, രോഗശാന്തി നിൽക്കുന്നതുകൊണ്ട് മമ്മി പ്രാർത്ഥിക്കും എന്ന് എനിക്കറിയാം. മമ്മിയെ വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു. ഞങ്ങൾ യൂഷ്വലി വാട്സപ്പിലാണ് വിളിക്കുന്നത്. ഞാൻ 6 വട്ടം ഡയൽ ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഹിസ്റ്ററി പോയി നോക്കി. 6 വട്ടം ഡയൽ ചെയ്തിട്ടും നോട്ട് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് എഴുതി വരികയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് വോയിസ് ഇട്ടു, മമ്മി പെട്ടെന്ന് പ്രാർത്ഥിക്കുക, അച്ഛൻ എന്തോ സ്ട്രോക്ക് പോലെ, പെട്ടെന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഫോണിൽ എഴുതി വന്നു ഇത് കഴിഞ്ഞപ്പോ നോ നെറ്റ്വർക്ക് കണക്ഷൻ. അപ്പൊ എന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. ഞങ്ങൾക്ക് വൈഫൈ ഉണ്ട്, ഡേറ്റ ഉണ്ട്, ഇതെല്ലാം വീട്ടിലുണ്ടായിട്ടും നിങ്ങളൊന്ന് ഓർത്തി ഒരു ഫോൺ വർക്ക് ചെയ്യാത്ത അവസ്ഥ. കുറച്ച് കഴിഞ്ഞപ്പോ ആ മോള് പറഞ്ഞു, ചേച്ചി എന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. പെട്ടെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തു. എന്നാൽ ഡയൽ ചെയ്യാമെന്ന് ഓർത്ത് ഫോൺ ഓൺ ആക്കുകയും അവിടെ എഴുതി വെച്ചിരിക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. ദൈവമക്കളെ, ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ? ചില സമയത്ത് ദൈവം സകല വഴികളും നമ്മുടെ മുമ്പിൽ അടയ്ക്കും. എന്തിനാണെന്നറിയോ? തന്റെ മഹത്വം തന്റെ തലമുറകളെ കാണിച്ചു കൊടുക്കേണ്ടതിന്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ പ്രശ്നം, നമുക്കൊരു ടെൻഷൻ കൂട്ടുന്ന ഒരു സമയമാണ്. ഒരു ഫോണും വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് എന്നാൽ ഈ മോളെ ഞങ്ങളുടെ അയലക്കത്ത് വിടണമെന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം ഒരു 8:30 9 ആകുമ്പോൾ അവർ നേരത്തെ കിടന്നുറങ്ങുന്നവരാ. അറിയാത്ത ഒരാൾ ഇന്ന് ഡോറ് കൊട്ടിയാൽ അവരാരും തുറക്കത്ത് പോലും ഇല്ല. അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഓടിച്ചു വിടാൻ പറ്റത്തില്ല. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ ഹസ്ബൻഡ് ഇങ്ങനെ ചെരിഞ്ഞു പോകും ഒരു സൈഡിലോട്ട്. അദ്ദേഹത്തിന്റെ ഇടത്ത് സൈഡിൽ ബലമില്ല, വീണ് പോകും. അപ്പൊ ഒരാൾ പിടിക്കണം. ഞാൻ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കാം. വീണ്ടും എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാം, നീ പ്രാർത്ഥിക്ക്. പെട്ടെന്ന് എന്റെ കൂടെയുള്ള മോള് പറഞ്ഞു, വാ ചേച്ചി നമുക്ക് പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ എന്റെ കാതിൽ കേട്ടു. കേട്ടത് ഇങ്ങനെ, ഇരമ്യാവ് 33:3, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പെട്ടെന്ന് അത് എനിക്ക് ഇംഗ്ലീഷിലാണ് വന്നത്, കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതാ, ഞാൻ ഈ രാത്രിയിൽ ആരെ വിളിക്കും? ഒരു നെറ്റ്വർക്കും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ആരെ വിളിക്കും? 911 കിട്ടുന്നില്ല, ആംബുലൻസ് വിളിക്കാൻ പറ്റുന്നില്ല, എന്റെ മമ്മി എനിക്ക് വിളിച്ചു പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും ആരും സഹായിക്കാനില്ലാത്തപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ ആരെയാ വിളിക്കുന്നത്? പെട്ടെന്ന് കർത്താവ് പറയാം, കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. നീ എന്നെ വിളിക്ക്, ഞാൻ ഉത്തരം വരലാം. എനിക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ ഏത് സമയം നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉയരത്തിൽ വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഒരു നെറ്റ്വർക്കിന്റെ പ്രോബ്ലം അവിടെ വരുന്നില്ല. ഹല്ലേലൂയ. സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം കർത്താവിനില്ല. ഞാൻ ബിസിയാന്ന് കർത്താവ് അറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയും, വിളിക്ക്, ഉത്തരം കിട്ടും. പെട്ടെന്ന് ഈ ശബ്ദം എന്റെ കാതിൽ കേൾക്കുകയും ഞാൻ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എന്റെ വായിൽ അന്യഭാഷയാണ് വന്നത്. മലയാളത്തിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആകെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഹല്ലേലൂയ അന്യഭാഷയില്ല. ഞാനും ആ മോളും എന്റെ കുഞ്ഞുങ്ങളും കരം കോർത്ത് പിടിച്ച് എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായിട്ട് അന്യഭാഷയെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, തന്നെ പ്രാർത്ഥന സ്റ്റോപ്പായി. തന്നെ തുടങ്ങി തന്നെ സ്റ്റോപ്പായി.
ആത്മാവിനറിയാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു നിന്നപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമഹത്വം എന്താണെന്നാ ഞാൻ പറയുന്നത്. കാണുന്ന മഹത്വം ഞാൻ കണ്ണുകൊണ്ട് കാണുക. അതുവരെ ചെരിഞ്ഞിരുന്ന മുഖം നേരെ ഇരിക്കും എന്റെ ഹസ്ബൻഡിന്റെ. ഹല്ലേലൂയ. നേരെ ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ ഈ കൈ അത്രയും നേരം ഇങ്ങനെ ചെയ്യാനൊക്കെ നോക്കിയിട്ട് പറ്റാത്ത ആള് ഞാൻ നോക്കിയപ്പോ രണ്ട് കൈയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് കൈ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു, അച്ഛാ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം എഴുന്നേറ്റു. ഞാൻ ചോദിച്ചു, നടക്കാൻ പറ്റുന്നുണ്ടോ? നടക്കാൻ പറ്റുന്നുണ്ട്. നോക്കിയപ്പോ അങ്ങോട്ട് ഇഴച്ചോണ്ട് പോയ ആള്, ഹല്ലേലൂയ, ഞങ്ങൾ ഇരുന്ന് ഡൈനിങ് റൂം തൊട്ട് ബെഡ്റൂം വരെ നടന്നു പോയി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കാണാൻ തുടങ്ങി ദൈവത്തിന്റെ മഹത്വം. ഞാൻ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവേ, ദൈവമേ, അങ്ങയുടെ പ്രവർത്തികൾ എത്ര വലിയവയാ. ഇന്നും അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ 6 ആയപ്പോ 1 വർഷമായി. കഴിഞ്ഞ ദിവസം എന്റെ ഹസ്ബൻഡ് ചർച്ചിൽ വചനം പറയാൻ നിന്നപ്പോൾ അതേ ഡേറ്റ് ദൈവം ചർച്ചിൽ വചനം പറയാൻ അവസരം കൊടുത്തു. നിർത്തിയപ്പോൾ എന്റെ ഹസ്ബൻഡോട് വചനം പറയുമ്പോഴെല്ലാം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. കാരണം ഞാൻ കാണുക ദൈവത്തിന്റെ മഹത്വം. എന്റെ ഈ കണ്ണുകൊണ്ട് കാണുക. ജീവനോടെ നിർത്തിയിരിക്കുക. ഒരംഗവൈകല്യമില്ല, നാവിന് പ്രശ്നമില്ല, കൈക്ക് പ്രശ്നമില്ല, ജോലിക്ക് പോകുന്നുണ്ട്, കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം കാണാൻ മാത്രമുണ്ട്. അത് മാത്രമല്ല, എന്റെ ഹസ്ബൻഡും കൊണ്ട് അന്ന് അതിനുശേഷം വിടുതൽ കിട്ടി. എങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്താണെന്ന് അറിയണം. ഇത് സ്ട്രോക്ക് ആണെന്ന് ഞങ്ങൾക്ക് കൊണ്ടുചെന്നു. ചെക്കപ്പ് എല്ലാം നടത്തി. അന്ന് രാത്രി MRI ചെയ്തു. ഒന്നും പറയുന്നില്ല. അവര് പറഞ്ഞു സ്ട്രോക്ക് അല്ല, ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനി കൊളസ്ട്രോൾ ഒക്കെ ഹൈ ആയിട്ടല്ലേ സാധാരണ എല്ലാവർക്കും സ്ട്രോക്ക് ഒക്കെ വരുന്നത്. ബ്ലഡ് പ്രഷർ ഹൈ ആവും. ബ്ലഡ് പ്രഷർ നോക്കിയപ്പോ ബ്ലഡ് പ്രഷർ നോർമല്, ഷുഗർ നോർമല്, കൊളസ്ട്രോൾ നോർമല്, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കുക, സ്ട്രോക്ക് തന്നെ ആയിരുന്നോ? ഞാൻ സിംറ്റംസ് ഒക്കെ പറഞ്ഞു. സിംറ്റംസ് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് സ്ട്രോക്കാ, പക്ഷെ MRI കാണിക്കുന്നില്ല, നാളെ CT സ്കാൻ എടുക്കാം. പിറ്റേ ദിവസം രാവിലെയായി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പം ന്യൂറോളജിസ്റ്റ് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും കാണാൻ റൂമിൽ വന്നിട്ട് പറഞ്ഞു, യെസ്, നിനക്കൊരു മൈനർ സ്ട്രോക്കാ ഉണ്ടായത്. നിനക്ക് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് ഒരു മൈനർ സ്ട്രോക്കാ. പക്ഷെ എന്നിട്ട് ആ ന്യൂറോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, നിന്നെ പോലെ തന്നെ മൈനർ സ്ട്രോക്ക് വന്ന 2 പേഷ്യൻസ് നിന്റെ തൊട്ടപ്പുറത്തെ 2 മുറി കിടപ്പുണ്ട്. മനസ്സിലായ? നിന്റെ അതേ സിംറ്റം ആയിരുന്നു. ഒരാൾ വെള്ളം എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോ കയ്യിൽ നിന്ന് ഗ്ലാസ് പിന്നെയും താഴോട്ട് പോവാ. ഒരു കൈയുടെ ചലനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് മൈനർ സ്ട്രോക്കാ. എന്നാൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ വലത്തെ കൈയുടെ ശേഷി നഷ്ടപ്പെട്ടു പോയെന്ന്, തളർന്നു പോയെന്ന് കൈയ്യ്. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് മൈനർ സ്ട്രോക്കാ വന്ന, പക്ഷെ ഞങ്ങൾ തല തൊട്ട് കാല് വരെ നോക്കിയിട്ട് നിനക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഹല്ലേലൂയ, ഇതൊരു മിറക്കിളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ലക്കെന്ന, യു ആർ സോ ലക്കി എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ല, ഇത് മിറക്കിളാ. ദൈവം തന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തിയത് എവിടെ നിന്ന്? ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ. എന്തിനായിരുന്നെന്നറിയാമോ? അത് എന്റെ ഹസ്ബൻഡിന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ഹല്ലേലൂയ. ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് മണി ഉണ്ട്, അല്ലേ? എന്തിനാ ടെസ്റ്റ് മണി പറയുന്നതെന്നറിയോ? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. അവിടെ ഇറങ്ങി വന്നത് എന്താണെന്നറിയോ? ദൈവത്തിന്റെ മഹത്വമാ. ആകയാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയുക, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ശാരീരിക അവസ്ഥയിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ കടന്നു പോകുന്ന വേദനയിൽ മനസ്സിലാക്കണം, ഈ വിഷയം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് തന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടാനാണ്. ഹല്ലേലൂയ. അത് വെറുതെ വെളിപ്പെട്ട് ഞാനും കർത്താവ് മാത്രം അറിയുന്ന ഒരു കാര്യമല്ല. അവിടെ പറയും സകല ജഡവും കാണും. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കാണുന്നവർ അറിയുന്നവരൊക്കെ, അയ്യോ പീറ്ററെ ടെസ്റ്റ് മണി കേട്ടു, ഹല്ലേലൂയ, അയ്യോ ഒരു അത്ഭുതം കേട്ടോ, മിറക്കിളാ കേട്ടോ. അപ്പൊ അവര് കാണുക. ആരെയാ കാണുന്നത്? പീറ്ററിനെ അല്ല, പകരം ദൈവത്തിന്റെ മഹത്വം കാണുക. കർത്താവ് ചെയ്തൊരു മഹത്വം, ഒരു വിടുതല, അതൊരു ടെസ്റ്റ് മണിയായി നടന്നു പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആ സമയത്ത് ഒരു പുതിയ ജോലിക്ക് കയറി വീടുകളിൽ പോയി പേഷ്യൻസിനെ ചെക്ക് ചെയ്യുക. അന്ന് തൊട്ട് അച്ഛൻ എന്നോട് പറയുക, എല്ലാ ദിവസവും ഒരു സ്ട്രോക്ക് പേഷ്യന്റെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒന്നെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. വീട്ടിൽ പോയി ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് വചനം പറയാം. അതുവരെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ സുവിശേഷം ആരുമായിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. അതുവരെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള. എന്നാൽ ടെസ്റ്റ് കഴിഞ്ഞു, മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എന്താ സംഭവിക്കുന്നറിയോ? പിന്നെയുള്ള എല്ലാ വീടുകളിലും പോയി പേഷ്യൻസിനെ കാണുമ്പോൾ, അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് പറയും, എനിക്കും ഇതേ അവസ്ഥ വന്നതാ, കർത്താവ് വിടുവിച്ചു. തന്റെ മഹത്വം, കർത്താവ് ചെയ്ത മഹത്വം താൻ പറയാൻ തുടങ്ങി മറ്റുള്ളവരോട്. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ഈ കർത്താവിനെ അറിയാതെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുടെ മുമ്പിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുക ചെയ്യുന്നത്. ആകയാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, രോഗമായിരിക്കാം, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഒന്ന് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കാം, അപ്പ ഈ വിഷയത്തിന്മേൽ അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെടുത്താമോ? ദൈവത്തിന്റെ മഹത്വം താൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ വാ കൊണ്ട്, മനസ്സിലായോ, നമ്മൾ എടുക്കുവന്നിരിക്കട്ടെ മഹത്വം, എന്തുവാ, ഓ അതൊക്കെ ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ചത് കൊണ്ടാണ്, അത് ഞാൻ കറക്റ്റ് സമയത്ത് ചെക്കപ്പിന് പോയത് കൊണ്ടാണ്, ഞാൻ എല്ലാം നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നോണ്ടാ ഞാൻ ഇപ്പോഴും നല്ല. ചിലർ ചോദിക്കത്തില്ല എന്താ ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നത്, പ്രായമൊന്നും തോന്നത്തില്ല എന്നൊക്കെ ചിലരോട് പറഞ്ഞു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓ അത് ഞാൻ നന്നായിട്ട് എന്റെ ശരീരം ടേക്ക് കെയർ ചെയ്യും. മനസ്സിലായോ? ഞാൻ അനാവശ്യമായിട്ടുള്ള ഒന്നും കഴിക്കത്തില്ല. അതിന്റെ അർത്ഥം തന്നെ ഞാൻ ചെയ്യുന്നോണ്ടാ. ദൈവമക്കളെ ഒന്നും അല്ല കേട്ടോ. എത്ര നല്ല രീതിയിൽ ശരീരം നോക്കിയാലും, ഞാനിപ്പോ പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ, എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് ശരീരം നോക്കുന്ന ഒരാളാണ്. ഷുഗർ കൺട്രോൾഡാ, അങ്ങനെയുള്ള അധികം മധുരമുള്ള ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ സഭയിൽ എല്ലാവരും ചോദിച്ചു, പീറ്ററിന് സ്ട്രോക്കോ? അയ്യോ, പീറ്റർ ശരീരം നോക്കുന്ന പോലെ ആര് ശരീരം നോക്കത്തില്ല. ഞാനപ്പോ പറഞ്ഞു, എത്ര ശരീരം നമ്മൾ നോക്കിയാലും, മനസ്സിലായ ഞാൻ ഈ പറയുന്നത്, എടുത്ത ശ്വാസം തിരിച്ചു വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഹത്വം ദൈവത്തിന് കൊടുത്തോണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 2 മാസത്തിന് മുമ്പ് വരെ എന്റെ ശരീരത്തിൽ വളരെയധികം ക്ഷീണത്താൽ ഞാൻ ഭാരപ്പെട്ട ഒരു സമയമാണ്. വളരെ ക്ഷീണത്താൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വെപ്രാളം. ഞാൻ പറഞ്ഞല്ലോ, ഒരു മരണഭയം പോലെ എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചൊരു സമയമുണ്ട് എന്റെ ജീവിതത്തിൽ. എന്നാൽ ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ സന്നിധി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ കഷ്ടതയുടെ നടുവിൽ എന്നെ ദൈവം ഈ വേദനയിൽ കൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. മഹത്വം വെളിപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ഹീലിംഗ് നടന്നപ്പോ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവേ, പിന്നെ തൊട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയും, രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പല്ല് തേക്കാനോ മുഖം കഴുകാനോ പോയി നിൽക്കുമ്പോൾ ഞാൻ പറയും, ഇതാ നിൽക്കുന്നു ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ എന്നോട് തന്നെ പറയും, അക്സാ ഏണ്ട് നിൽക്കുന്നു ദൈവത്തിന്റെ മഹത്വം, താണ്ടി ശ്വസിക്കുന്നു ദൈവത്തിന്റെ മഹത്വം. കാരണം ഇത് ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ ഹല്ലേലൂയ ശ്വാസമാ, അല്ലാതെ എന്റെ കഴിവോ എന്റെ സാമർഥ്യമോ കഴിച്ചതിന്റെ ഗുണമോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണമോ ഒന്നുമല്ല. ശരീരം നോക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കുടുംബജീവിതം നോക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കാണുന്ന ദൈവത്തിന്റെ മഹത്വം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര വിഷയത്തിൽ നോക്കിയിട്ട് പറയാൻ കഴിയും, സിസ്റ്ററെ ദേണ്ട് ഞാൻ കാണുന്ന ഒരു ദൈവമഹത്വം, എന്റെ തലമുറയെ നോക്കിയാൽ ദൈവമഹത്വമാ, എന്റെ ശുശ്രൂഷയെ നോക്കിയാൽ ദൈവത്തിന്റെ മഹത്വമാ, അല്ലെങ്കിൽ എന്റെ പേരൻസിനെ നോക്കിയാൽ ദൈവത്തിന്റെ മഹത്വമാന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് വരെയെങ്കിലും അങ്ങനെ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ കാണുന്നു ദൈവത്തിന്റെ മഹത്വം. എന്തുവാന്ന് ഞാൻ പറഞ്ഞ ഇപ്പോഴെങ്കിലും ഒരു ഊഹം കിട്ടിയോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ദൈവത്തെ കാണാൻ കഴിയുമെന്ന് എല്ലാറ്റിലും മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ മഹത്വം കാണാൻ കഴിയും. പ്രകൃതിയിൽ കാണാൻ കഴിയും, നിന്നിൽ കാണാൻ കഴിയും. ജീവിതത്തിൽ വന്നിരിക്കുന്ന മറുപടികൾ നോക്കിയാൽ തന്നെ, ദൈവം പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടികളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പറയും, അയ്യോ ഇതെങ്ങനെ നടന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലേ? എത്രയോ സന്ദർഭങ്ങൾ പറയാൻ കഴിയും അങ്ങനെ. ഹല്ലേലൂയ. കാണുന്ന ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് രുചിച്ചറിയുന്ന മഹത്വം. രുചിച്ചറിയുന്ന മഹത്വം എന്തുവാ രുചിച്ചറിയാം? നമുക്കതിന് ഏറ്റവും വലിയ ഉദാഹരണം ബൈബിളിൽ ഞാൻ കാണുന്നത്, ഹല്ലേലൂയ, നമുക്ക് എടുക്കാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വചനമാണത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് യേശു താൻ ചെയ്ത അടയാളങ്ങളുടെ ആരംഭത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എന്നാൽ നമ്മളിത് വായിച്ചു വരുമ്പോ, ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് പോയി വെള്ളം വീഞ്ഞാക്കിയത്, അതും കാണാൻ മാത്രം ഉണ്ടായിരുന്നു, കാണുന്നതാ. എന്നാൽ അതിലുപരിയായി എന്നെ ചിന്തിപ്പിച്ചത് കണ്ടിട്ടങ്ങ് പോവായിരുന്നല്ല. അല്ലെ? ആരും വന്ന് വെള്ളം വീഞ്ഞായോ, എന്നാ നിങ്ങളൊക്കെ ഇതെല്ലാവർക്കും കൊടുത്തേരി എന്ന് പറഞ്ഞങ്ങ് പോകുന്നതായിരുന്നു എല്ലാവരും. അല്ല, അവരൊക്കെ ഒന്ന് രുചിച്ചു നോക്കി ആ പ്രവൃത്തിയെ. ഇല്ലേ? രുചിച്ചിട്ടാ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അല്ലേ? കാണാനുണ്ട്, വെള്ളത്തിന്റെ നിറം മാറി, ഗുണം മാറി, പക്ഷെ നിറം മാത്രമേ കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലേ? കണ്ടത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയോ അവർക്ക്? ഇല്ല. പക്ഷേ അവിടെ എടുത്തെഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതെവിടെ നിന്ന് എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരനല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. മനസ്സിലായോ? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, നിങ്ങൾ വാക്ക് ശ്രദ്ധിച്ചോ? എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നേ? വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ. മനസ്സിലായോ?
അപ്പൊ ചിലത് നമ്മളൊന്ന് ആസ്വദിക്കുമ്പോൾ, രുചിക്കുമ്പോൾ അറിയാം ദൈവത്തിന്റെ മഹത്വം, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് ആർക്കെങ്കിലും രുചി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പനി വരുമ്പോഴെങ്കിലും ഉണ്ട്, ഇല്ലേ? പനി വരുമ്പോൾ പറയും ഒരു രുചിയൊന്നുമില്ല, എനിക്ക് ഒന്നും വേണ്ടെന്ന് പറയും. ഒന്നും കഴിക്കാതിരുന്ന എന്താ പറ്റും? രുചി ഇല്ലാത്തത് കൊണ്ട് കഴിക്കത്തില്ല. കഴിക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ശരീരം തളർന്നു പോകും. ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പാന്ന് തോന്നുന്നു, ഞാൻ ഒരു സിസ്റ്ററോട് സംസാരിച്ചു. സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിച്ചു. സിസ്റ്ററെ എനിക്ക് ഒരു തലവേദന വന്നതാ, പുള്ളിക്കാരി ട്രീറ്റ്മെന്റ് ഒക്കെ പോയി. പക്ഷെ പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചു, പുള്ളിക്കാരുടെ രുചിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി. പുള്ളിക്കാരിക്ക് ഒന്നും രുചിക്കാൻ പറ്റത്തില്ല, എല്ലാം പ്ലെയിൻ ടേസ്റ്റാ. ഇനി അത് തിരിച്ചു കിട്ടത്തില്ലെന്ന ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഊഹിക്കാമോ? ഇഷ്ടം പോലെ ഭക്ഷണമുള്ള വീട്ടാ, ഇഷ്ടം പോലുണ്ട് ഭക്ഷണം, പക്ഷെ രുചി അറിയാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ കൈ കിട്ടുന്നത് രുചിയാണോ നോക്കുന്നതിന് മുമ്പേ സ്തോത്രം പോലും പറയാതെ എടുത്ത് നമ്മളെല്ലാവരും കഴിക്കും. കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ആ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു 10 കുറ്റം പറയും. ഉപ്പില്ലായിരുന്നു, ഒരു എരിവില്ലായിരുന്നു, പുളിയില്ലായിരുന്നു, ഉദ്ദേശിച്ചതല്ല. ഇതെല്ലാം നമുക്ക് കംപ്ലൈന്റാ. പ്രാർത്ഥിച്ച് ഭക്ഷണമെന്ന് ഓർക്കണം കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടാ കുറ്റം പറയുന്നത്. ഞാൻ പറഞ്ഞ നമ്മൾ കുറ്റം പറയുന്ന ആരെയും ഉണ്ടാക്കിയ ആളെ കുറ്റം പറയുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ദൈവമക്കളാ. അവർ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക. എന്താ നമ്മൾ പ്രാർത്ഥിക്കും? കർത്താവ് നൽകി തന്ന ഭക്ഷണത്തിനായി സ്തോത്രം, ഇതിനെ അനുഗ്രഹിക്കണം, അല്ലേ? ഇതിനെ ശുദ്ധീകരിക്കണം, കഴിച്ച് തൃപ്തി പ്രാപിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണം, ആരോഗ്യത്തിന് കാരണമാക്കി തീർക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മഹത്വം ആർക്ക് കൊടുത്തു? നമ്മൾ പറയുമ്പോൾ കർത്താവാ തന്നത്, എല്ലാം നമുക്കറിയാം. കഴിച്ചു വായിലോട്ട് ആദ്യത്തെ വാ വെക്കുമ്പോഴേ ചോദിക്കും, ഓ ഇതെന്തോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇതിനൊരു എരിവില്ല, പുളിയില്ല, ഇതെന്തുവാ ഇത്? കുറ്റവാ. പിന്നെ ഉപ്പില്ല എന്നറിയണമെങ്കിൽ രുചിക്കാനുള്ള കപ്പാസിറ്റി വേണ്ടേ? വേണം. ദൈവം ആ കൃപ തന്നതുകൊണ്ടല്ലേ രുചിക്കുന്നേ. പക്ഷെ നമ്മളിൽ എത്ര പേർ അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്? അപ്പാ എനിക്ക് രുചിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കോവിഡ് വന്നുള്ളവർക്കറിയാം രുചിയില്ലാതെ എത്ര ദിവസം ഇരുന്നത്. എനിക്ക് വന്നതാ. ഓൾമോസ്റ്റ് ഒരാഴ്ചയോളം എന്നതാ കഴിക്കുന്നത് പോലും അറിയാതെ രുചി നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ അതിന്റെ വില മനസ്സിലാക്കി. കർത്താവ്, എത്ര ഫുഡ് നമ്മുടെ ചുറ്റും ഇരുന്ന് ചിലപ്പോൾ എല്ലാവരും കഴിക്കുമ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാലും എന്തോ കഴിക്കുന്നത് പോലും അറിയാത്ത അവസ്ഥ. എന്നാൽ ദൈവം നമുക്ക്, ഞാനിത് പറയുന്ന മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും എന്റെ വചനം പറയുമ്പോൾ ഞാൻ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത് എന്താ പറയുക, നമ്മൾ പലപ്പോഴും നിസ്സാര കാര്യങ്ങളായിട്ട് ഇതിനെയൊക്കെ കാണുമ്പോൾ ദൈവം പറയുക, മോളെ രുചി അതുപോലും എന്റെ കൃപയാ. ഹല്ലേലൂയ. രുചിക്കാൻ കഴിയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏത് രുചിയും തിരിച്ചറിയാൻ കഴിയുന്നത് കൃപയാ. എത്ര പേർക്ക് ഇന്ന് തൊട്ട് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് പറയാൻ കഴിയും, അപ്പാ ഭക്ഷണം രുചിയോടെ കഴിക്കാൻ എന്റെ നാവിന് രുചി തന്നതിന് അങ്ങയ്ക്ക് ഞാൻ മഹത്വം പറയുക. അങ്ങയുടെ കൃപയാ, അങ്ങയ്ക്കാണ് മുഴുവൻ മഹത്വവും. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുമ്പോൾ എന്താ നടക്കുന്നറിയാമോ? ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ദൈവമഹത്വം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ആ മഹത്വം, ചവയ്ക്കാനുള്ള കൃപ. ഞാനിത് ഇത്രയും സിമ്പിളായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിലൊക്കെ ദൈവമക്കളെ നമുക്ക് പരാജയം വരികയാണ്. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ മഹത്വം എടുക്കുന്നവരായിത്തീരിക്കുക. ഇവിടെ ഈ കനാവിലെ കല്യാണത്തിന് എന്താ സംഭവിച്ചു? അവിടെ പറയുക, വിരുന്ന് വഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. ഹല്ലേലൂയ. ഇവിടെ രുചിച്ചപ്പോൾ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുവരെ രുചിച്ചതിൽ ഏറ്റവും നല്ലതാ. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന്റെ ചില ശൂന്യതകളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങുമ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, അത് നിങ്ങൾ രുചിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും വീട്ടിൽ വന്ന് രുചിക്കുമ്പോ പറയും, എന്തുവാ, ഓ ഇതെവിടെയാ വെച്ചിരുന്നത്, ഇതാരാ ചെയ്തത്, ഇതെങ്ങനെ സംഭവിച്ചു? മഹത്വം ആർക്കാ? ദൈവത്തിന്. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം കൂടെ പറയാം. ഞാൻ എൻ്റെ മമ്മിയിൽ നിന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. എൻ്റെ മമ്മി എപ്പം ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോഴും, ഞങ്ങളുടെ ഇല്ലായ്മയില്ല കേട്ടോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഒത്തിരി അങ്ങ് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ല. പക്ഷെ വീട്ടിലെ ഫെയ്ത്ത് ഹോമാ, ഞാൻ പറഞ്ഞു ഞങ്ങളെ ഫെയ്ത്ത് ഹോമുകളിലാണ് വളർന്നത്. അപ്പം ഉള്ളത് വെച്ച് മമ്മി എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു മുട്ട പൊരിച്ചതും ഒരു മെഴുക്ക് പുരട്ടിയും ഒക്കെ കാണും. ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ഒരു മുട്ട പൊരിച്ചതും ഒരു ഇച്ചിരി മോരും ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, എന്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടാ കുക്ക് ചെയ്യും. മമ്മി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാനും ഇന്നത് കടമെടുത്തിട്ടുണ്ട്, മമ്മിയിൽ നിന്ന് പഠിച്ചതാ.
എപ്പോഴും തലേ തുണിയിട്ടോണ്ടാ മമ്മി അടുക്കളയിൽ കൂടെ നടക്കുന്നത്. പ്രാർത്ഥനയാ, അതിന്റെ കൂടെ കുക്കിങ്ങോ. അപ്പൊ മമ്മി പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കാൻ പോവാ. എന്റെ ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഇതിനെ മാറ്റണം. എനിക്കറിയത്തില്ല അവരുടെ എരിവ് പുളി ഒന്നും അറിയത്തില്ല. ആകയാൽ അങ്ങയുടെ നാമം മഹത്വപ്പെടണം. മനസ്സിലായോ? അപ്പൊ ചില ഫുഡ് ഉണ്ടാക്കുമ്പോൾ മമ്മിയുടെ ഉള്ളിൽ തോന്നി ഇന്നതും കൂടെ ഉണ്ടാക്കിയേക്കാം, അല്ലെ ഇന്നതും കൂടെ ചെയ്തേക്കാം. മമ്മി ഉണ്ടായ ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിലെ ആ ചെറിയ, ഞാൻ പറഞ്ഞില്ല വലിയ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിലും ചെറുതായി ഉണ്ടാക്കി കൊടുക്കുന്ന പല ഭക്ഷണങ്ങളും ഉള്ളതിൽ നിന്ന് പലരും വന്ന് കഴിച്ച് അങ്ങനെയാണ് ഞാൻ, വാവ് ശരിയാണ് മമ്മിയുടെ പ്രാർത്ഥന, അത് മമ്മിയിൽ നിന്ന് എനിക്ക് പഠിക്കണം, പ്രാർത്ഥന പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത് തന്നെ അവിടെ അങ്ങനെയാണ്. മമ്മി പറയും, അവർ വന്നിട്ട് പറയും, ആന്റി നല്ല മെഴുക്കുവരട്ടി, നല്ല തോരൻ, എനിക്കിഷ്ടപ്പെട്ട എന്റെ അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നൊക്കെ ചിലർ പറയും. അപ്പൊ മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ദൈവത്തിന് ആ മഹത്വം കേട്ടോ, പ്രാർത്ഥിച്ച ഉണ്ടാക്കിയ കർത്താവ് കൃപ തന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ നോക്കും മമ്മി ആ ഒരു മഹത്വം ദൈവത്തിന് കൊടുക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവ് രുചിക്കകത്തും വെളിപ്പെടുവോ ദൈവമഹത്വം? മനസ്സിലായോ? ഞാൻ പറയാം, എന്നെ ഇപ്പൊ കാണുന്നവര് പകുതി പേര് സ്ത്രീകളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? പക്ഷെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ടോ, അയ്യോ എന്റെ ബിരിയാണി നല്ല ബിരിയാണിയാ, ഞാൻ നല്ല സൂപ്പറായിട്ട് ബിരിയാണി വെക്കും. മനസ്സിലായോ? ഞാൻ ചെയ്യും. എന്റെ ഫുഡ് സൂപ്പറാന്ന് എല്ലാരും വന്ന് പറയാറുണ്ട്. ഞാനിതാ പറഞ്ഞേ, നമുക്ക് ദൈവമക്കളായി കഴിയുമ്പോൾ ഞാൻ പറയാനുള്ള കഴിവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആകുന്നത് കൃപയാൽ. മനസ്സിലായോ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം? പലപ്പോഴും ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ചോണ്ടാ പറഞ്ഞത്. മക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരുന്നത് നമ്മൾ ഈ മഹത്വം ഒക്കെ എടുക്കും. എന്തിനാണെന്നറിയാം, നമ്മൾ ആരോ ആണെന്ന് നമ്മളങ്ങ് ചിന്തിക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ചിരി തന്നെത്താൻ അങ്ങ് ത്യജിക്കാൻ എന്ന് വെച്ചാൽ ഞാനെന്നുള്ളതങ്ങ് മാറ്റി ആ ഉടുപ്പം ഊരിക്കളഞ്ഞേരും. ക്രിസ്തുവിന്റെ കൃപ അങ്ങ് ധരിച്ചേക്കണം. കർത്താവെ ആ കൃപയുടെ മറവിൽ എന്നെ മറച്ചാൽ മതി. അങ്ങയുടെ കൃപയാൽ എനിക്ക് ജീവിച്ചാൽ മതി. അങ്ങയുടെ കൃപയുടെ മഹത്വം മതി എനിക്ക്, മറ്റൊന്നും വേണ്ട നീ എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ ചെയ്യുന്നവരെയാ കർത്താവ് അധികം ഉയർത്തുന്നത്. പകരം ഞാൻ ചെയ്തു, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം, ഞാൻ ജോലി ചെയ്ത് നേടിയതാ, ഞാൻ ഇത്ര വർഷം നേടിയ ജോലി കൊണ്ട് ഉണ്ടാക്കിയ വീടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാളെ ടെസ്റ്റിമണി ഇടും, ആ പുള്ളി എപ്പോ പറഞ്ഞാലും പറയും, ഞാൻ ഉണ്ടാക്കിയ വീട് എന്റെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലമായി വീട്. വെള്ളപ്പൊക്കം വന്നപ്പോ എന്ത് ചെയ്യുന്നറിയോ, മുഴുവൻ വീട് ഒലിച്ചു പോയി. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാനില്ല, ഇപ്പൊ ഗവൺമെന്റ് കൊടുത്ത ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ആരും പറയാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ ഗവൺമെന്റ് തന്ന വീട്ടിലാണ് താമസിക്കുന്നത്. പകരം കർത്താവ് ബലവും ആരോഗ്യം തന്നോണ്ടല്ലേ ജോലി ചെയ്തത്. കർത്താവേ അങ്ങ് തന്ന ഭവനമാണ് എത്ര പേർക്ക് പറയാൻ കഴിയും? എവിടെയെങ്കിലും സ്വന്തമായി എപ്പോഴെങ്കിലും പറയുക, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മൾ ഓർക്കും, ഓ അതെന്തിനാ എനിക്ക് അങ്ങനെ പറഞ്ഞോണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, കർത്താവ് കൃപ തന്നോണ്ടല്ലേ. ഇല്ലേ? ജോലി ചെയ്യാനുള്ള കൃപ, സാലറി കറക്റ്റ് സമയത്ത് കിട്ടി, ലോൺ കറക്റ്റ് സമയത്ത് കിട്ടി, ലോൺ അടയ്ക്കാനുള്ള കൃപ തന്നു. എത്രയോ പേർക്ക് ലോൺ പോലും കറക്റ്റ് സമയത്ത് അടയ്ക്കാൻ കഴിയാതെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇന്നും നമ്മൾ ശാശ്വതമായി സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് പറയുക, മോളെ ആ മഹത്വം എന്തുകൊണ്ടെന്നറിയാം? മഹത്വം, എന്റെ മഹത്വം നിന്റെ ഭവനത്തിൽ നീ കാണുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും, വീടിനകത്ത് ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്, എന്റെ ശരീരത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ മഹത്വമുണ്ടെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പറയാൻ കഴിയും? ഹല്ലേലൂയ. അതോടൊപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, 11-ാം വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആദ്യമായി വെളിപ്പെടുക. എന്തുവാ വെളിപ്പെടുത്തുന്നത്? തന്റെ മഹത്വം. എന്ന് വെച്ചാൽ യേശു അവിടെ എവിടെയെങ്കിലും പറഞ്ഞോ, ദേ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്, ഈ വെള്ളം ഇങ്ങനെ ഞാൻ, അല്ലെങ്കിൽ എല്ലാരും ചോദിക്കുമ്പോ അയ്യോ ഇത് ഈ വീഞ്ഞ് എവിടുന്ന എന്ന് ചോദിച്ചപ്പോ യേശു ആരോടെങ്കിലും നടന്ന പ്രോസസ് ഒക്കെ പറഞ്ഞോ? ഇല്ല. യേശു ഒന്നും മിണ്ടിയില്ല. യേശു ആ പ്രവൃത്തി ചെയ്തു, യേശു നടന്നു നീങ്ങി. ഇല്ലേ? എന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മളാണെങ്കിലോ? അറിയണോ എങ്ങനെയാ സംഭവിച്ചെന്ന്? ഞാനത് എങ്ങനെയാ ചെയ്തെന്ന് അറിയണോ എന്നും പറഞ്ഞ് നമ്മൾ ഇതെല്ലാം, അപ്പൊ എന്തോ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പുകഴ്ത്താൻ തുടങ്ങും. പകരം യേശു കാണിച്ചെന്നൊരു മാതൃക. യേശു ഇതിന്റെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ തന്റെ മഹത്വം, കർത്താവിന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി, ദൈവത്തിന് മഹത്വം കൊടുത്തു, വെളിപ്പെടുത്തി. ആ മഹത്വം അനേകര് കണ്ടു. നമ്മൾ വായിച്ച കുറിവാക്യം പോലെ സകല ജഡവും അതിനെ കാണും. ആ കല്യാണത്തിന് വന്ന 500 പേരുണ്ടെങ്കിൽ 500 പേരും ഈ വീഞ്ഞ് രുചിച്ചു, അവർക്ക് അനുഭവം ഉണ്ടായി. എന്തുവാ ഇത്? ദൈവത്താൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. വെള്ളം വീഞ്ഞാക്ക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ
അവര് പറയും, അയ്യോ ഇത്രയും നല്ല വീഞ്ഞ് ഞങ്ങൾക്ക് രുചിക്കാൻ മാത്രം ഉണ്ട് ആ മഹത്വം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വം ഞങ്ങളിപ്പോ രുചിച്ചറിയുക. ദൈവമക്കളെ, നമ്മൾക്ക് രുചിച്ചറിയുവാൻ ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അടുത്തൊരു മഹത്വം, ജീവൻ നൽകുന്ന മഹത്വം. നമ്മുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്നത്, ജീവൻ ഇല്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങളില്ലേ, ഒരു ജീവനും ഇല്ല, നഷ്ടപ്പെട്ടു പോയി, തീർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇനി ആ വിഷയത്തിന്മേൽ ഒരു ചലനം ചലിക്കത്തില്ല. മനസ്സിലായോ? ഇനി ആ വിഷയത്തിന്മേൽ ഒരു പ്രവൃത്തി നടക്കത്തില്ല. കർത്താവ് പറയില്ല, എന്റെ മഹത്വം വെളിപ്പെട്ടാലുണ്ടല്ലോ ജീവൻ നഷ്ടപ്പെട്ടതിനും ജീവൻ നൽകുവാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ, കർത്താവ് ഈ വിഷയത്തിൽ ദൈവമഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. പകരം ഈ വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം കർത്താവെ, അങ്ങനെ ചെയ്യണം കർത്താവെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ദൈവത്തെ ഭയങ്കരമായിട്ട് ഇരുത്തി പഠിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മൾ എത്ര പേർക്ക് തയ്യാറാപ്പ അപ്പയുടെ ഹിതം മതി. പക്ഷെ ഒറ്റ കാര്യം, ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങയ്ക്കും ആയിരിക്കണം മഹത്വം. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ദൈവത്തിന്റെ നാമത്തിനായിരിക്കണം മഹത്വം. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച ജാതികളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ എന്നെ ഇടയാക്കണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മളിത് എപ്പോഴും പറഞ്ഞൊരു കാര്യം, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിനെ കാണണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ മഹത്വം അല്ലേ വെളിപ്പെടുന്നത്, അല്ലേ? ഞാൻ ആ മഹത്വം ധരിക്കണ്ടേ? ക്രിസ്തുവിനെ ധരിച്ചാലല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ പലപ്പോഴും ജാതികളുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നത് ആരാ? നമ്മൾ തന്നെ. മനസ്സിലായോ? പലപ്പോഴും ദൈവമഹത്വം ഇന്ന് നഷ്ടപ്പെടുന്നതും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നമ്മുടെ ജീവിത പല പ്രവൃത്തികളും നോക്കുമ്പോൾ നമ്മൾ ജാതികളുടെ നടുവിൽ ദൈവനാമം ദൂഷിക്കപ്പെടുത്തുന്നവരായി തീരുക. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അറിയുന്നവർ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നോക്കിയാൽ ദൈവനാമം സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതുപോലെ എന്റെ അറിവിൽ, എന്റെ ജീവിതാനുഭവത്തിൽ ഇന്ന് വരെ ലജ്ജിച്ചതിനേക്കാൾ ഏറ്റവും അധികം ലജ്ജ നേരിടുന്നത് ഈ ഒരു വർഷം 2024 ദൈവനാമ ജാതികൾ ശരിക്കും അപമാനിക്കപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടെന്നറിയോ? ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം സ്വയം മഹത്വം എടുക്കുക. നമ്മളിൽ എല്ലാവരിലും ഉണ്ട് കേട്ടോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, അത് ആരുടെയും കുറ്റമല്ല. കാരണം പിശാച് അവര് പോലും അറിയാതെ, അല്ലെങ്കിൽ നമ്മളിലും ഉണ്ട്. ഞാനത് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ ആരെയും കുറ്റപ്പെടുത്താനും വിധിക്കാനും നമ്മൾ ആരുമല്ല. ഞാൻ എടുത്തിട്ടുണ്ടോ ദൈവമഹത്വം ചിന്തിക്കുക. ഞാൻ എന്നെ തന്നെയാ പറയുന്നത്. ഞാൻ ദൈവമഹത്വം ഞാൻ തന്നെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവനാമം ദുഷിക്കപ്പെടുക. മനസ്സിലായോ? കാരണം ഇന്ന് മഹത്വം എടുത്തു, നാളെ എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ പറയും, ഓ അന്ന് പ്രസംഗിച്ച് നടന്ന കൊച്ചാ, ഇപ്പൊ നോക്കിക്ക എന്നാ പറ്റിയെന്ന്. മനസ്സിലായോ? ഇതുപോലെ ഞാൻ പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് കൃപയാല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കുക. നമ്മൾ മൂലം ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, രാവിലെ എഴുന്നേൽക്കുമ്പോ, അപ്പൊ ഞാൻ മൂലം ദൈവനാമം ദുഷിക്കപ്പെടരുത്. എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ദൈവനാമം ദുഷിക്കപ്പെടരുത്. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ, നമ്മൾ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ കുറ്റങ്ങളൊക്കെ വരാം. എന്നാൽ അവിടെ ഉടനെ തിരിച്ചറിയണം, അപ്പ എവിടെയെങ്കിലും ഞാൻ ദൈവത്തിന്റെ മഹത്വം എടുത്തിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷയിലായിരിക്കട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കട്ടെ, ഉപവാസത്തിലായിരിക്കും, എവിടെയെങ്കിലും കർത്താവേ അല്ല അങ്ങയ്ക്കാണ് മുഴുവനും മഹത്വം, അങ്ങ് കൃപ തന്നതുകൊണ്ടാ എന്ന് ഏറ്റു പറയാൻ ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വായിച്ച വചനം ഞാൻ പറഞ്ഞല്ലോ, ജീവൻ നൽകുന്ന മഹത്വം. ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ട് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന വിഷയത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവമഹത്വം. നിങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ കൂടെ വരുന്നുണ്ട്. പഴയ നിയമത്തിൽ നോക്കിയാൽ അല്ലെ, വിധവയുടെ മകനെ, ആ അമ്മയുടെ മകനെ ഏലിയാവ് വിടുവിക്കുന്നത്. പിന്നെ പുതിയ നിയമത്തിൽ വരുമ്പോ നയീനിലെ വിധവ ഇല്ലേ, നയീനിലെ വിധവയുടെ മകൻ മരിച്ചു. പിന്നെ ലാസറിന്റെ മരണം. പിന്നെ എത്ര മരണങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്? ജീവൻ വെപ്പിച്ച മരണങ്ങൾ അല്ലേ? ജീവൻ വെപ്പിച്ചു, മരിച്ചു എന്ന് പറഞ്ഞിടത്തുനിന്ന് ആ വിഷയത്തിന് മേൽ ജീവൻ വന്നപ്പോൾ അവർ മരിച്ചിടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റു ഇല്ലേ? എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാ പ്രാക്ടിക്കൽ ആവുന്നത്? അയ്യോ സിസ്റ്റർ, മരണത്തിൽ മാത്രം ജീവൻ വെളിപ്പെടും? അല്ല. നമ്മുടെ പല വിഷയവും, നമ്മുടെ ശരീരത്തിലെ ചില ഓർഗൻസ് ആയിരിക്കും. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും, ആ ഓർഗൻ ഇനി വർക്ക് ചെയ്യത്തില്ല, അതിന്റെ മേൽ ജീവനില്ല ഇല്ലേ? ചിലരുടെ കൈ തളർന്നു പോയി കിടക്കുമായിരിക്കും, കാല് തളർന്ന്, നടു തളർന്ന് കിടക്കുക, അരയ്ക്ക് താഴോട്ട് തളർന്ന് കിടക്കുന്ന അവസ്ഥകൾ. നമ്മൾ പറയും ജീവനില്ലാത്ത പോലെ കിടക്കുന്നത്. എന്നാൽ കർത്താവ് പറയുക,
എന്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തുമ്പോണ്ടല്ലോ, ചലിക്കത്തില്ലെന്ന് പറയുന്ന പലതിന്റെ മേലും ചലനം വ്യാപരിക്കാൻ തുടങ്ങും. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം അത് ഏറ്റെടുക്കാൻ കഴിയും? കർത്താവേ, ഹല്ലേലൂയ, എന്റെ തലമുറയുടെ വിഷയത്തിന്റെ മേൽ, ഹല്ലേലൂയ, ഒരു ആത്മീക ജീവനില്ലാത്ത അതിന്റെ അടുത്ത തലമുറ ഞാൻ വെളിപ്പെടുത്തി പറയുകയാണ്. പരിശുദ്ധാത്മ പറയുന്നത് പോലെ ഞാൻ പറയുക, ഹല്ലേലൂയ, ചില വിഷയത്തിന്റെ മേൽ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവരായി, ആത്മീകമായി ഒരു രീതിയിലും ജീവനില്ലാത്തതുപോലെ തോന്നുന്ന അവസ്ഥ. പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല. മനസ്സിലായോ? പേരുണ്ട്, എന്തുവാ? ക്രിസ്ത്യാനി. എന്നാൽ എന്തില്ല? ജീവനില്ല, മരിച്ചതാ. എന്നാൽ കർത്താവ് പറയുക, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം വെളിപ്പെട്ടാൽ മതി, ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെട്ടാൽ മതി. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്റെ തലമുറയിൽ കർത്താവ്, ഇന്ന് എന്റെ തലമുറ പ്രാർത്ഥനയിലില്ല, വചനധ്യാനത്തിൽ മേൽ ഹല്ലേലൂയ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ചർച്ചയിൽ വരുന്നില്ല, ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ ബന്ധവുമില്ല. ഹല്ലേലൂയ, കർത്താവേ, അവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടണമേ. ഇന്ന് നിന്ദിക്കപ്പെട്ടവളായിരിക്കാം, ഇന്ന് ആ തലമുറയുടെ പേര് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കരയുന്നുണ്ടാവാം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി അപമാനം നിങ്ങൾ ഏൽക്കുന്നുണ്ടാവാം. എന്നാൽ കർത്താവ് പറയുക, പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാ, കർത്താവ്, എന്റെ ഈ തലമുറയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പറയുക, നിശ്ചലമായി കിടക്കുന്ന, ഹല്ലേലൂയ, നമ്മൾ പറഞ്ഞ പോലെ യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞതുപോലെ, നീ അസ്ഥിയെ നോക്കി പ്രവചിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വെളിപ്പെട്ടത് എന്താ? ദൈവത്തിന്റെ മഹത്വമാ. അസ്ഥി എന്ന് പറയുമ്പോൾ ജീവനും പോയി, പിന്നെ ഉണങ്ങി, മാംസവും പോയി, ഞരമ്പുകളും പോയി, ഇനിയുള്ളത് കുറെ അസ്ഥികൾ മാത്രമാണ്, ചതറിക്കിടക്കുക. എന്നാൽ ആ അസ്ഥിയെ നോക്കി ഹല്ലേലൂയ ദൈവം പറയുക യെഹെസ്കേലിനോട്, മോനെ, നീ പ്രവചിക്ക്, നീ പ്രവചിക്ക്, എന്റെ മഹത്വം നീ കാണും. ഹല്ലേലൂയ. ഇതുപോലെ ഞാൻ പറയുക, നമ്മൾ ചിലതിനെ നോക്കി, അപ്പാ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടട്ടെ, ഞങ്ങളുടെ സഭയിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവമഹത്വം ഒരു സഭയിൽ വെളിപ്പെട്ടാണല്ലോ, ഈ ചലനമില്ലാതെ കിടക്കുന്ന എല്ലാത്തിന്റെ മേലും ഒരു ചലനം വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ട് പറയും, കർത്താവേ, ഈ വിഷയത്തിന്മേൽ ഒരു ചലനത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ഞാനത് പറഞ്ഞ ജീവിപ്പിക്കുന്ന, ഹല്ലേലൂയ, അവിടെ വെളിപ്പെടുന്ന ദൈവമഹത്വം. ദൈവമഹത്വം വെളിപ്പെട്ടാൽ ജീവൻ വ്യാപരിക്കും. നയീനിലെ വിധവയുടെ മോൻ എന്താ സംഭവിച്ചത്? അവളുടെ പ്രതീക്ഷകൾ മൊത്തം തീർന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാം കൊണ്ട് ഇനി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടക്കാൻ കൊണ്ടുപോവാ. എന്നാൽ ഈ അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് കർത്താവ് വന്നിട്ട് ഈ ശവത്തെ നോക്കി, അതായത് ശവമാണെന്ന് ഓർക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു ഭാഗം അത്. പലപ്പോഴും നമുക്കതൊന്ന് എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, അവിടെ പറയുന്ന ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ നയീനിലെ വിധവയുടെ മകന്റെ വിടുതല് നമ്മൾ ആരും ചിന്തിക്കുന്നത് പോലല്ല അവിടെ പറയും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കും യേശു അങ്ങോട്ട് ചെന്ന് വിടുവിച്ചു. പക്ഷെ നിങ്ങൾ ആ വാക്യം ഒന്ന് യഥാർത്ഥമായി വായിച്ചാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 13, 14, 15. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സിലായി, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കാരണം കർത്താവ് എന്തുകൊണ്ട് കരയണ്ടെന്ന് പറഞ്ഞെന്നറിയാമോ? കർത്താവിനറിയാം താൻ തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ കരയണ്ട. എന്നാൽ അത് സ്ത്രീ കണ്ടോ? കണ്ടില്ല. കേട്ടോ? മഹത്വം എന്നുള്ളൊരു വാക്ക് കേട്ടോ? ഇല്ല. എന്താ യേശു ചെയ്യാൻ പോകുന്നത് കേട്ടോ? ഇല്ല. ആകെ പറഞ്ഞ കരയണ്ടെന്നേ ഉള്ളൂ. ചുറ്റുമുള്ളവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ കർത്താവ് ഇന്ന് നോക്കി നമ്മളോട് പറയാം കരയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് കരച്ചിൽ നിർത്താൻ പറ്റും? ഇന്ന് രാത്രി നമ്മൾ പറയും, കർത്താവ് ഞാൻ കരച്ചിൽ നിർത്താം. ആദ്യം കർത്താവ് ഒന്ന് പ്രവർത്തിക്കുക, എന്നാലും എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റും. കർത്താവിന്റെ മഹത്വം കാണാത്തടത്തോളം എനിക്ക് കരയാതിരിക്കാൻ പറ്റത്തില്ല. കരഞ്ഞുകൊണ്ടിരിക്കും. ഓരോ വട്ടം ആ വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ, അല്ലേ? ഞാൻ പറയുന്ന വാക്യം കേൾക്കണം. അത് കഴിഞ്ഞിട്ട് പറയും, യേശു അടുത്ത് എന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. എന്നിട്ട് പറയുക, ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ ഇപ്പോഴും യേശുവിന്റെ ആ ഒരു പ്രത്യേകത ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ശവമാണ്. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും മരിക്കുന്നിടം വരെ നമ്മൾ അവരുടെ പേരൊക്കെ പറയല്ലേ? ഇല്ലേ? മരിക്കുന്നിടം വരെ പേര് പറയും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പം ഒരു എന്തോ രാജു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാ രാജുവിനെ കാണാൻ പോവാന്ന് പറയും. മരിച്ചു കഴിയുമ്പോൾ ഉടനെ നമ്മുടെ ടോണൊന്നും മാറും. നമ്മളെന്താ പറയുന്നത്? ശവം കാണാൻ പോവാന്ന്, അല്ലേ? ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പേരെന്തുവാ? ശവം.
പിന്നെ നമ്മൾ ബഹുമാനമൊന്നും അതിന് കൊടുക്കുന്നില്ല. നമ്മൾ ശവം കാണാൻ പോവാം. ഇന്നലെ പോയത് രാജുവിനെ കാണാനാണെങ്കിൽ ഇന്ന് കാണാൻ പോകുന്ന ആരെയാ? ശവത്തെ കാണാൻ പോവാം. ശവം എടുത്തോ? എത്ര വട്ടം നമ്മൾ ആ വാക്ക് പോയി? ശവം എടുത്തോ? ശവം എപ്പോഴാ കൊണ്ടുവരുന്നേ? ശവം എപ്പോഴാ അടക്കുന്നേ? ഇതൊക്കെയാ നമ്മുടെ ചോദ്യം. എന്നാൽ കർത്താവ് ഒരിക്കൽ പോലും ലാസറിനെ ആയിക്കോട്ടെ, അവനെ എവിടെയാ വെച്ചിരിക്കുന്നത്? ലാസറിനെ എവിടെയാ വെച്ചിരിക്കുന്നത്? അല്ലേ? മനസ്സിലായി? ഞാൻ ഈ പറയുന്നൊരു അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മാനുഷികമായി നോക്കിയാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ എല്ലാരെയും നോക്കി പറയുന്നത്. നമുക്ക് തോന്നും അവർക്ക് ജീവനുണ്ട്, അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ നല്ല രീതിയിൽ അങ്ങ് വിളിക്കും. അയ്യോ രായിച്ചായൻ, രാജു അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ എക്സാമ്പിൾ പറയുന്ന കേട്ടോ ആ പേരുള്ള ആരെങ്കിലും ഇതിനകത്തോടെ എന്നോട് ക്ഷമിക്കണേ പ്ലീസ്. ഞാൻ പെട്ടെന്ന് കൈ കിട്ടിയോണ്ടൊരു പേര് പറഞ്ഞതാ. മനസ്സിലായി? ഭയങ്കര സ്നേഹം ആളോട്. നമ്മൾ ചെല്ലു പറഞ്ഞില്ലേ, രാജു അങ്കിളെ എന്ന് വിളിച്ചാൽ മുഴുവൻ വിളിക്കത്തില്ല കൊച്ച്, അതുപോലെ സ്നേഹാന്ന് പറയും. പക്ഷെ ഈ രാജു അങ്കിൾ അറിയുന്നുണ്ട്, രാജു അങ്കിളിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചു വിളിക്കുന്നുണ്ട്, ശവം കാണാൻ പോവാന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണം, മാന്യത കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജീവനോടെ കിടക്കുന്നിടം വരെ. വെന്റിലേറ്ററിൽ കിടന്നാലും ശവമൊന്നും വിളിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ മരിച്ചാലും വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്നിടം വരെ നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്ടോടെ വിളിക്കും. എന്നാൽ വെന്റിലേറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം എടുക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പേര് മാറി, ഐഡന്റിറ്റി പിന്നെ മാറ്റമാണ്. പക്ഷെ ഞാൻ എപ്പോഴും യേശുവിനെ കുറിച്ച് കാണുമ്പോൾ, യായിറോസിന്റെ മകൾ, അവളെ എവിടെയാ കിടത്തിയിരിക്കുന്നത്? ലാസറിനെ എവിടെ വെച്ചത്? ഒരിക്കലും കർത്താവ് ശവം എവിടെ വെച്ചത്? അവിടെ നിന്നിട്ട് ഇപ്പൊ ഞാൻ ഓർക്കും, ഇവിടെയാണെങ്കിലും നമ്മളാണെങ്കിൽ പറയും, കർത്താവ് ഈ ശവത്തോട് നീ കൽപ്പിക്കണേ. ഇല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലെ? നമ്മൾ ആരെങ്കിലും ഇപ്പൊ അവന്റെ പേര് പറഞ്ഞിട്ടില്ല, നമ്മളാണെങ്കിൽ എന്ത് പ്രാർത്ഥിക്കും? ഈ ശവത്തോട് ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേൽക്ക. ഇങ്ങനെയൊക്കെയായിരുന്നു അതിന്. എന്നാൽ കർത്താവ് അവിടെ കർത്താവ് തന്റെ മഹത്വം, അതാ ഞാൻ പറയാം, കർത്താവിന്റെ വില നമ്മൾ പറയും ക്രിസ്തുവിന്റെ പോലെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരു നമ്മുടെ സംസാരത്തിൽ പോലും ക്രിസ്തുവിന്റെ ഒരു ക്വാളിറ്റി നമ്മളിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഒരാൾ ഒരു മോഷ്ടിച്ചു, ലോകം അവന് പേരിട്ട് കള്ളന്ന്, പിന്നെ നമ്മളും അവനെ വിളിക്കുന്ന എന്താ? എത്ര സ്നേഹം ഉണ്ടെങ്കിലും പറയും, പണ്ട് അവന് നല്ല കൊച്ചായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ കള്ളനാ. മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? എനിക്കറിയത്തില്ല, ദൂത് അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞ കേട്ടോ. നമ്മുടെ വിശ്വാസി സമൂഹം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേരുകളാ ഞാൻ പറഞ്ഞത്. നമുക്കൊരാൾക്ക് ഒരു വില കൊടുത്തിട്ടുണ്ട്, ആ വില എപ്പോഴെങ്കിലും ഒരു ചെറിയ കുറവ് കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പാളിപ്പോയാൽ പിന്നെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യത്തില്ല. ഞാൻ എത്രയോ പേരുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെ കാണുന്നു. പിന്നെ സംസാരത്തിൽ പോലും റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത്, ഒരു റെസ്പെക്റ്റും കൊടുക്കത്തില്ല. പണ്ട് ദേവദാസൻ എന്ന് വിളിച്ച നാവാ, ഇപ്പൊ എന്താ വിളിക്കുന്നത്? ഇപ്പൊ എന്ത് വിളിക്കും? ഒരു കുറവ് വന്നു പിന്നെ വിളിക്കുന്ന പല പേരുകളാ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുവോ നമ്മളിൽ? അങ്ങനെ വിളിക്കുന്നവരിൽ ദൈവമഹത്വം വെളിപ്പെടുവോ? വെളിപ്പെടത്തില്ല. എന്നാൽ കർത്താവ് പറയുക, ജീവൻ പോയാലും കൊടുക്കേണ്ട റെസ്പെക്ട്. ഞാൻ പറഞ്ഞ മനസ്സിൽ ഇവിടുത്തെ ഈ വിഷയത്തിൽ ദൈവം നോക്കുന്ന അവിടെ തന്റെ മഹത്വം വെളിപ്പെടുത്താനാ. കർത്താവ് വിളിക്കുക, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരു വ്യക്തിയോട്, ജീവനുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ പറയുക. കർത്താവ് കൽപ്പിക്കുമ്പോൾ അവിടെ പറയുന്ന ഇങ്ങനെയാണ്. എന്നിട്ട് എഴുതിയ ആൾ എഴുതിയിരിക്കുന്ന നോക്ക്, ലൂക്കോസ് എഴുതിയിരിക്കുന്നത് നോക്കി. ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്നെന്നാണോ? ആണോ? നിങ്ങൾ വായിച്ചോ വചനം? 15-ാം വാക്യം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ലൂക്കോസ് എടുത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. മനസ്സിലായോ? മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ബാല്യക്കാരൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പോരെ? പകരം പറയാം, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കാരണം ലൂക്കോസിന്റെ വീക്ഷണത്തിൽ കൂടെ ലൂക്കോസ് നോക്കുമ്പോൾ മരിച്ചവനായിരുന്നു, ഇപ്പൊ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നോക്കിയത്, നാളെ അവൻ ജീവൻ വെച്ച, ഞാൻ പറഞ്ഞല്ലോ ബാല്യക്കാരനെ എഴുന്നേൽക്കുന്നത് കർത്താവ് കണ്ടിട്ട് ഓൾറെഡി ജീവൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വിളിക്കാൻ തുടങ്ങി, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവിടെ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, ഞാൻ ഇത് പറയാൻ കാരണം,
ജീവൻ ചില വിഷയങ്ങളിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ആ വിഷയത്തെ നോക്കി, അത് ചിലപ്പോൾ ജോലിയാകാം, അല്ലെങ്കിൽ പഠനമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയുടെ വിഷയമായിരിക്കും, വിവാഹമായിരിക്കാം, രോഗമായിരിക്കാം. പക്ഷെ ആ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഓ ഇനി ഇതിന്റെ മേൽ ജീവൻ വ്യാപരിക്കത്തില്ല, എന്റെ ലൈഫ് തീർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, അല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് നീ ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ മുൻ പരിചയമില്ലാത്ത അമ്മയ്ക്ക് വേണേ പറയാം, ഇത് ആരാ, എനിക്കറിയത്തില്ല ഇത് ആരാന്ന്. കരയുണ്ടാന്നും പറഞ്ഞു, എന്റെ മോനോട് എഴുന്നേക്കാനും പറയുന്നു, ഇല്ലില്ല ഇതിവിടെ വേണ്ടെന്ന് വേണേ പറയാം. എന്നാൽ കരയണ്ടെന്നുള്ള വാക്കിൽ തന്നെ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ ഇത്രയും നേരം എന്നെ കാണാൻ വന്നവരൊക്കെ ആരും എന്നോട് പറയാത്തൊരു വാക്കാ എന്ത്? കരയണ്ട. നമ്മൾ പറയും, നമ്മൾ മരണ വീട്ടിൽ ചെന്നിട്ട് ആരോടെങ്കിലും പറയും കരയണ്ടെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർ കരയും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കരഞ്ഞോ, എനിക്കറിയാം ഇപ്പൊ ഭയങ്കര വിഷമാന്ന്, സാരമില്ല, ദൈവം അറിയാതെ അല്ലല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് ആരോട് ചെന്ന് കരയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്കറിയാം കരയുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റത്തില്ല, ഇല്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാ പറയുന്നത്, നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും ഇങ്ങനെ. എന്തുവാ? നഷ്ടപ്പെട്ടു പോയ ചിലതിനെ നിങ്ങൾ അതിനെ കാണുന്ന രീതിയാണ് പ്രധാനം. യേശു കണ്ടത് ബാല്യക്കാരനായിട്ടാണെങ്കിൽ മറ്റുള്ളവർ അതിനെ കാണുന്ന ശവമായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ദൈവമഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ വിഷയത്തിന്റെ ടൈറ്റിൽ മാറ്റണം. മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? ഞാൻ പലപ്പോഴും പല കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം, നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം, ഡോക്ടർ നിങ്ങളുടെ പേര്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അവിടെ ദൈവമഹത്വം കണ്ടിട്ടാ എന്ത് ചെയ്യുന്നേ? നിങ്ങൾ എഴുതേണ്ടത്. ദൈവം നിങ്ങളെ ഡോക്ടർ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. ദൈവം നിങ്ങളെ എഞ്ചിനീയർ ആക്കുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞാൽ അത് എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിനെ നോക്കി കൽപ്പിക്കുക, യെസ് ലോർഡ്, അങ്ങയുടെ ഇങ്ങനെ പറയേണ്ടത്, ദൈവത്തിന്റെ മഹത്വം എന്റെ ഭാവിയിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ മഹത്വം എന്റെ ബുദ്ധിയിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ മഹത്വം എന്റെ കഴിവിൽ വെളിപ്പെട്ടാൽ ഞാനൊരു ഡോക്ടറായി തീരും. മനസ്സിലാവുന്നുണ്ടോ? പകരം നമ്മളും നമ്മളെ നോക്കി ശവമെന്ന് വിളിക്കും ചിലപ്പോൾ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഓ ഞാൻ മണ്ടിയ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ല. ശവത്തെ വിളിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളെ നോക്കി വിളിക്കുന്നത്. എന്നാൽ യേശു നമ്മളെ നോക്കി വിളിക്കുന്നത് എന്താ? നീ എന്റെ പ്രിയ പുത്രിയ. മനസ്സിലാവുന്നുണ്ട്? കർത്താവ് ഇന്ന് വരെ ആരെയും വിളിക്കുന്ന രീതി തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാസറിനെ ഇവിടെ വെച്ചിരിക്കുന്നത്, അതായത് കർത്താവിന് അതിനകത്തൊരു സ്നേഹമുണ്ട്. കർത്താവ് എപ്പോഴും തന്നെ മഹത്വം കൊടുത്തോണ്ട് അത് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുക, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ, നിങ്ങൾ ചിലതിനെ നോക്കി ഒന്ന് പ്രവചിച്ച് പറയണം, ദൈവത്തിന്റെ മഹത്വം എന്റെ ഈ വിഷയത്തിൽ വെളിപ്പെടും. ഈ വിഷയത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ ഇപ്പോൾ ജീവനില്ലാതിരിക്കുന്ന ഈ വിഷയം ജീവൻ പ്രാപിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന ചില ഫൈനാൻഷ്യൽ ഏരിയാസ് ആയിരിക്കാം, നിങ്ങളുടെ മുമ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ പറയണം, ഇന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നതിനായി സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഈ വിഷയത്തിൽ മറുപടി ലഭിക്കുമ്പോൾ മുഴുവനും മഹത്വവും ദൈവത്തിനാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്, സമയം നമ്മുടെ മുമ്പിൽ തീരാറായല്ലോ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് അനുസരണത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. ചില മഹത്വം ചില വിഷയങ്ങളിൽ നമുക്ക് കിട്ടാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അനുസരണമില്ല. ദൈവം പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ ചില മഹത്വം ദൈവം വെളിപ്പെടുത്തത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം കാനാവിലെ കല്യാണം തന്നെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കാനാവിലെ കല്യാണത്തിനാണെങ്കിൽ പോലും അനുസരണം കൊണ്ടല്ലേ അത് വെള്ളം വീഞ്ഞാവാൻ കാരണമായി തീർന്നത്. ആരുടെ അനുസരണം? ബാല്യക്കാരുടെ അനുസരണം. ഞാൻ ചോദിക്കുന്നു, ഈ ബാല്യക്കാർക്ക് മുൻ യേശുവിനെ പരിചയമുണ്ടോ? യേശുവിനെ ഇതിനു മുമ്പ് എന്തെങ്കിലും അത്ഭുതം ചെയ്തതായിട്ട് ഞാൻ അവരുടെ വിശ്വാസം ഭയങ്കരമാണെന്ന് പറയും. കാരണം ബാക്കിയുള്ള എല്ലാ അത്ഭുതങ്ങളും നമ്മൾ നോക്കിയാൽ, ഇപ്പം രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്ക വരുന്നത്, കനാനി സ്ത്രീ യേശുവിന്റെ അടുക്ക വന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം കേട്ടറിവ് കൊണ്ട് വന്നതല്ലേ. യേശു എന്തോ ചെയ്തു വന്നതിന് മുമ്പ് അവർ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ബാല്യക്കാരെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ധൈര്യത്തിലാ വെള്ളം നിറച്ചത്? നിങ്ങളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലേ? ഷേപ്പിൽ വല്ലോ കാണാനുണ്ടോ? ഇല്ല, സാധാ മനുഷ്യനാ യേശു. എന്നാൽ
ഒരാള് വന്നിട്ട് പറയാ ആ 7 കൽപാത്രങ്ങളും വെള്ളം നിറയ്ക്ക്. അതും കാല് കഴുകുന്ന യഹൂദന്മാരുടെ ഇതനുസരിച്ച് കാല് കഴുകാൻ ഉപയോഗിക്കുന്നതാ. എന്നാൽ ആ ബാല്യക്കാരുടെ അനുസരണം നിങ്ങൾ ഒന്ന് ഓർത്തേ. ആരാ നിങ്ങള്? ഇതിനു മുമ്പ് വീഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്ലാന്? എന്തൊക്കെ വേറെ സാധനങ്ങൾ വേണം? ഈ പാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വല്ലതും ചോദിച്ചോ? ചോദിച്ചില്ല. പറഞ്ഞതുപോലെ ചെയ്തു. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞ വക്കോളം നിറച്ചു. എന്താ വക്കോളം നിറച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വക്കോളം നിറയ്ക്കുമ്പോൾ ഗുണം എന്നാന്നറിയോ? ആ ചേഞ്ച് അവരുടെ കണ്ണുകൊണ്ട് അവർ കാണുക. താഴെ വരെ നിറച്ചെങ്കിൽ അത്രയും കാണാൻ പറ്റുമോ? കൽഭരണി എന്നാ പറഞ്ഞിരിക്കുക. ഭരണി ഉള്ളവർക്ക് അറിയാം അല്ലെ? വക്കോളം നിറച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് കാണാൻ കഴിയും. താഴെ നിന്നാലോ എല്ലാവരും കൂടെ തലയിട്ട് നോക്കണം, അതിനകത്ത് വല്ല മാറ്റം വന്നോ എന്നൊക്കെ. ചിലത് നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ പലരും വക്കോളം എന്ന് പറയുമ്പോൾ വക്കോളം വരെ നിറയ്ക്കാനുള്ള സംഭവം ചെയ്യും. എന്നിട്ട് നമ്മൾ ചോദ്യം, വക്കോളം ഇപ്പൊ നിറച്ചില്ല വല്ല കുഴപ്പമുണ്ടോ? 40 ദിവസം ഉപവസിക്കാനാ പറഞ്ഞല്ലേ, 21 ദിവസം ഉപവാസം. 20 ദിവസം മാത്രം ഇരുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? കർത്താവ് 21 പറഞ്ഞേ. 20 ഇരുന്നോണ്ട് ചിലപ്പോ 1 ബോണസ് കിട്ടുമായിരിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ഓ, അതിപ്പോ കുഴപ്പമില്ല, കർത്താവ് സാഹചര്യമൊക്കെ അറിയാലോ ഇല്ലേ? ഞാൻ ഇതായിട്ട് പറയുന്നല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല എക്സ്ക്യൂസും അനുസരണക്കേടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അനുസരണം എന്ന് പറഞ്ഞാൽ ആ ബാല്യക്കാരുടെ അനുസരണം. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു, വക്കോളം നിറച്ചു. ഭരണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, അത് ചെയ്തു. എല്ലാം അതുപോലെ ചെയ്തു. ഇതുപോലെ അനുസരിച്ച ഒരു വ്യക്തിയെ എനിക്ക് ബൈബിളിൽ ഭയങ്കര ഇഷ്ടമാണ്. ആരാന്നറിയോ? അബ്രഹാം. നിന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അത് അതുപോലെ അനുസരിച്ചു. എനിക്ക് ഏറ്റവും ഷോക്കുള്ളത് എന്തുകൊണ്ട് ഭാര്യയോട് പറഞ്ഞില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ട് സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞില്ല? മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ ചെയ്യണമെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ആ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ യാഗത്തിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ, ദൈവം അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്, ദൈവം പറഞ്ഞ മലയിൽ ഇല്ലേ അവനെ കൊണ്ടുപോയി. ദൈവം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ഒന്നിനും ഒരു തെറ്റ് കാണിച്ച് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഇതിനാൽ ഞാൻ അറിയുന്നു. ഈ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പേടിച്ച് ചെയ്ത പോലെ നല്ല, സ്നേഹിക്കുന്നു എന്ന യഥാർത്ഥ അർത്ഥം. സ്നേഹത്തിൽ നിന്ന് വരുന്ന ഭയം. അബ്രഹാം അനുസരിച്ചത് കൊണ്ട് ആ അനുസരണത്തിൽ വെളിപ്പെട്ട മഹത്വം എന്താണെന്നറിയാമോ? അവിടെ ഒരു വലിയ വാക്തത്വം അബ്രഹാമിന് കൊടുക്കുക. നീ ഒരു തലമുറയ്ക്ക് വേണ്ടി, ഒരു തലമുറയെങ്കിലും ഉണ്ടായാൽ മതി നീ ആഗ്രഹിക്കുമ്പോൾ, മോനെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുകയാ. ഹാലൽ. ഇന്നും എത്ര വർഷം കഴിഞ്ഞു ദൈവമക്കളെ, ഇന്നും അബ്രഹാമിന്റെ സന്തതികളായി അറിയപ്പെടുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നമ്മളെയും അവരോടൊപ്പമാക്കിയതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ ഒരു പിതാവ് അനുസരിക്കുവാൻ കാണിച്ച മനസ്സ്, ആ അനുസരണത്തിൽ വെളിപ്പെട്ട ദൈവമഹത്വം, അത് തന്റെ പിൻതലമുറയായ ഇസ്ഹാക്കിന് കാണാൻ കഴിഞ്ഞു. ദൈവമഹത്വത്തെ ഇല്ലേ? കേട്ടു. ഇസ്ഹാക്കിന് കേൾക്കാനും കഴിഞ്ഞു, കാണാനും കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ആ മഹത്വം കണ്ട ഇസ്ഹാക്കിന് പിന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഇന്ന് നമ്മുടെ തലമുറകൾ നമ്മുടെ അനുസരണം കാണുന്നുണ്ടോ? ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നത്. ഇസ്ഹാക്കിന് പറയാനൊരു ടെസ്റ്റ് മണിയുണ്ട്. ഓ, എന്റെ പപ്പ ദൈവം പറയുന്നത് പോലെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് നമ്മുടെ തലമുറ നമ്മളെ നോക്കി എന്താ പറയുന്നത്? ദൈവം പറയുന്നത് പോലെ അനുസരിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? നമ്മൾ തന്നെ ചിന്തിച്ച്, ഞാൻ എന്റെ ജീവിതത്തിൽ കൂടെ ചിന്തിച്ചിട്ടാ പറഞ്ഞത്. കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞ ഏതാ? ദൈവവചനമാണ്. ഈ ദൈവവചനത്തിൽ പറയുന്ന പോലാണോ നമ്മുടെ യാത്ര, ആത്മീക യാത്ര, മുന്നോട്ടുള്ള യാത്രകൾ, നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന സ്റ്റെപ്പുകൾ, തീരുമാനങ്ങൾ ദൈവത്തോട് ആലോചന ചെയ്യിച്ച് ദൈവം പറയുന്നത് പോലെയാണോ അനുസരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കും ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. കാരണം അവർ കാണുന്നില്ല. ഇസ്ഹാക്ക് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവൻ കണ്ട അവന്റെ അപ്പനിലും അവൻ അത് കാണാൻ കഴിഞ്ഞു. ദൈവം പറയുന്നത് പോലെ അനുസരിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ.
ദൈവമക്കളെ, നമ്മുടെ അനുസരണത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം അത് സകല ജഡവും കാണുന്ന. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാം ആ ചെയ്തത് സകല ജഡവും കാണുകയല്ലോ, കേൾക്കുകയും നമ്മൾ ഇന്നും അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയല്ലേ. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? സകല ജഡവും കാണും. യെസ്, ദൈവമഹത്വം നമ്മുടെ അനുസരണത്തിൽ വെളിപ്പെടണം. പറയണം, കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ അനുസരിച്ചത് കൊണ്ടാ ഈ വിഷയത്തിൽ മറുപടി കിട്ടിയെന്ന് പറയണം. ഹല്ലേലൂയ. അബ്രഹാമിനോട് നമ്മൾ ചോദിക്കുക, എങ്ങനെ ഈ ബഹുജാതികളുടെ പിതാവ് എന്നുള്ള ടൈറ്റിൽ കിട്ടിയത്? അബ്രഹാം പറയും, ദൈവം എന്നോട് ഒരു കാര്യം അനുസരിക്കാൻ പറഞ്ഞു. അത് അനുസരിച്ചപ്പോൾ ആ അനുസരണത്തിൽ ദൈവമഹത്വം ഇറങ്ങി വന്ന ആ പർവ്വതത്തിൽ ഞാൻ എന്റെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു, ദൈവത്തിന്റെ മഹത്വം ഞാൻ കണ്ടു. ഹല്ലേലൂയ. അതെന്റെ തലമുറ കണ്ടു. അന്ന് അനുസരണത്തിന്റെ ഫലമായി, ദൈവമഹത്വം വെളിപ്പെട്ടതിന്റെ ഫലമായി എനിക്ക് കിട്ടിയ ടൈറ്റിലാണ് ബഹുജാതികളുടെ പിതാവ്. ഹല്ലേലൂയ. ആകയാൽ അനുസരണത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. എന്നാൽ നമ്മൾ എത്ര പേർ, നമ്മൾക്ക് അവിടെ കുറവുണ്ടെന്നൊന്ന് ചിന്തിക്കും. ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം ഞാൻ അനുസരിക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് പറയാൻ പറയും, കർത്താവ് പറയുന്ന എല്ലാം എനിക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടെന്ന്? പലപ്പോഴും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ആ കുറവ് ഇന്ന് രാത്രികാലം വന്ന് ഏറ്റു പറയും. ചിലപ്പോൾ ആ അനുസരണക്കേടായിരിക്കും ചില വിഷയത്തിന്റെ മേൽ മറുപടി കിട്ടാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ ചിലർ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, സിസ്റ്ററെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയും, സിസ്റ്ററെ പരിശുദ്ധാത്മ പറയുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കണം ആ വിഷയത്തിന്റെ മേൽ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല. അതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും. ചിലർ പറയുന്നൊരു വാക്കുണ്ട്, സിസ്റ്റർ ഇത് എന്നോട് കർത്താവ് വർഷങ്ങളായിട്ട് പറയുന്നത് ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, എന്റെ ഷുഗർ ഡൗൺ ആയി പോകും. ഞാൻ ചോദിക്കട്ടെ, ഷുഗർ ഡൗൺ ഉള്ള ഒരാളോട് കർത്താവ് ഉപവസിക്കാൻ പറയുന്നത് കർത്താവിന് അറിയത്തില്ല നിങ്ങളുടെ ഷുഗർ ഡൗൺ ആവുന്നു? അറിയാം, അപ്പനറിയാം. പക്ഷെ കർത്താവ് ഉപവസിക്കാൻ പറയുമ്പോൾ ആദ്യത്തെ ദിവസം ഷുഗർ ഡൗൺ ആകും എന്ന് പറഞ്ഞിരുന്ന എന്താ പറ്റുന്നറിയാം? അതിന്റെ അർത്ഥം അപ്പനെ അങ്ങോട്ട് ഡൗട്ട് പഠിപ്പിക്കുക. പകരം ഷുഗർ ഡൗൺ ആയാലും ഈ വിഷയത്തിന്മേൽ എനിക്ക് മറുപടി കിട്ടണമെങ്കിൽ ഞാൻ ഇരിക്കുക. അപ്പൊ അപ്പനല്ലേ, അപ്പം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്, ഇല്ലേ? ഈ അബ്രഹാം എടുത്ത അനുസരണത്തിന്റെ ഫലം എന്തോ? അബ്രഹാമെ, നീ എടുക്കുന്ന സ്റ്റെപ്പിന്റെ വില അറിയാമോ? തിരിച്ചു വരുമ്പോ മോനില്ല കൂടെ. നീ അനുസരിക്കാൻ പോയാൽ നാളെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് പറയും? ദൈവം തന്ന കുഞ്ഞ് മരിച്ചു പോയെന്ന് പറയുവോ? അതോ നീ കൊന്നെന്ന് പറയുവോ? ഇല്ലേ? അബ്രഹാം പറഞ്ഞ അതൊന്നും എനിക്ക് വിഷയമല്ല, ദൈവം പറഞ്ഞാൽ ഞാൻ കണ്ണു അടച്ചനുസരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഉപവസിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപവസിക്കണമെന്ന്. ദൈവമാ പറഞ്ഞതെങ്കിൽ ദൈവം തന്റെ കൃപ തരും ഉപവസിക്കാൻ. മനസ്സിലായോ? പലർക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, പലരും എന്റെ അടുക്ക വന്ന്, സിസ്റ്റർ എനിക്ക് ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവം പറഞ്ഞു, ദൈവാത്മാ പലപ്പോഴും പലരിൽ കൂടെ പറഞ്ഞു ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, വചനം, പക്ഷെ എനിക്കിതിനൊന്നും പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർ, ഇതിനൊന്നും പറ്റത്തില്ലെങ്കിൽ വാഗ്ദത്ത നിവൃത്തി നടക്കുവോ? ദൈവമഹത്വം വെളിപ്പെടുവോ? ദൈവം പറയാം, വെയിറ്റ്, നീ അത് അനുസരിക്കുന്നിടം വരെ. മനസ്സിലായോ? അതുകൊണ്ട് ചിലരുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ ഡിലേ ആവുന്നത്. പക്ഷെ അവര് ചിന്തിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നയാള് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? മനസ്സിലായോ ഞാൻ ഈ പറയുന്നത്? ഇന്നയാള് പ്രാർത്ഥിച്ചാൽ, ഇന്നയാളുടെ അടുക്ക ചെന്ന് ഇന്നയാള് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയട്ടെ, ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു മനുഷ്യനാന്ന് പറഞ്ഞ ഒരു പാസ്റ്ററെ കൊണ്ട് നിങ്ങൾ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കാത്തടത്തോളം എന്റെ മഹത്വ വിഷയത്തിൽ വെളിപ്പെടുത്തില്ല. അനുസരണക്കേട് വലിയൊരു തെറ്റാ ബൈബിളിൽ. അറിയാമോ? നമ്മൾ ദൈവം പറയുന്നതിനെ പോലെ പോകാതെ അനുസരണക്കേട് കാണിച്ചാൽ അതിന്റെ തിക്താനുഭവം അനുഭവിക്കും. എന്തുകൊണ്ട് അബ്രഹാം ചോദ്യം ചെയ്ത് അനുസരിച്ച് എന്നുള്ളതിൽ ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് ഒരു അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലം അബ്രഹാമിന് അറിയാം. ഒന്നെന്ന് പറയത്തില്ല, രണ്ടെന്ന് ഞാൻ പറയുന്നു. രണ്ട് അനുസരണക്കേട്. ആദ്യത്തെ അനുസരണക്കേട് എന്താണെന്നറിയോ? നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് നീ ഇറങ്ങ്, ആരെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞില്ല. മനസ്സിലായോ? പക്ഷെ ആദ്യം ബിഗിനർ വിശ്വാസിയല്ലേ, കൂടെ ആരെയും കൂട്ടി? ലോത്തിനെയും കൂട്ടി. ആ അനുസരണക്കേടിന്റെ ഫലം അനുഭവിച്ചു. വഴിയിൽ എന്ത് വന്നു? വഴക്ക് വന്നു. ചിലതിനെ കൂടെ കൂട്ടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെ കൂട്ടരുത്. മനസ്സിലായോ? അയ്യോ, അതെന്റെ അമ്മാച്ചന്റെ മോനാ, ഇതെന്റെ അമ്മാവന്റെ മോളാ എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മള് സാരമില്ല. ദൈവം ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അതിന്റെ അർത്ഥം നമുക്ക് ബന്ധുമിത്രാദികളായിട്ട് ബന്ധം വേണ്ടെന്നല്ല, വേണം. എന്നാൽ ചില വിഷയങ്ങളിൽ ശുശ്രൂഷാപരമായിക്കോട്ടെ,
ചില കാര്യങ്ങളിൽ ചിലരുമായിട്ട് ഇടപെടരുത്, ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും. അതെന്താ കർത്താവെ ഞാൻ ചെയ്തു നോക്കും, അനുസരണക്കേടിന്റെ ഫലം അവിടെ കിട്ടും. അടുത്ത അനുസരണക്കേട് എന്താ അബ്രഹാം കാണിച്ചത്? ദൈവം പറഞ്ഞ വാക്തത്വം, ദൈവം പറഞ്ഞ വാക്ക്. എന്നാൽ പെട്ടെന്ന് സാറ വന്ന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോ ദൈവത്തിന്റെ വാക്കിനൊക്കെ കുറച്ചൊന്ന് ഭാര്യയുടെ വാക്കിന് വില കൊടുത്തു തുടങ്ങി. രണ്ടാമത്തെ അനുഭവം ഇല്ലേ, ഒത്തിരി വേദന അനുഭവിക്കേണ്ടി വന്നു അതിന്റെ പിന്നിൽ. ഇസ്മായേൽ ഇസ്ഹാക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഹാഗാറും സാറയുമായിട്ടുള്ള അനുഭവങ്ങൾ. അവിടെയും അബ്രഹാമിന് വേദനയാണ്. ഈ രണ്ട് വേദന അനുഭവിച്ചോടെ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി, ഇനി മേല ദൈവം പറയുന്നതിനെതിരായി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അത് ഭാര്യയോട്, അതുകൊണ്ടാണ് ഭാര്യയോട് പറയാൻ ഇസ്ഹാക്കിന്റെ കാര്യം. എന്നാൽ എപ്പോൾ അബ്രഹാം അപൂർണ തീരുമാനമെടുത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചു, പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്റെ ഭർത്താവിന് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുക, എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചപ്പോ 2018 ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്, ദൈവത്തിന്റെ ഒരു ദൈവദാസനെ കൂടെ ദൂത് പറഞ്ഞു. അതിനുശേഷം കർത്താവിനോട് നേരിട്ട് സംസാരിച്ചു, നീ ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അപ്പൊ ഞാൻ ഈ രാജ്യത്തൊന്നും ജോലി ചെയ്യത്തില്ലെന്ന് ഓൾറെഡി ദൈവാത്മ പറഞ്ഞിട്ട് എന്നെ ഈ രാജ്യത്തോട്ട് വിട്ടത്. എന്നാൽ എനിക്ക് ചാടിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് മിനിസ്ട്രി പരമായ ഒരു കാര്യമായതുകൊണ്ട്. കാരണം ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പം ഈ രാജ്യത്ത് വന്ന് 6 എഴുതി പഠിച്ച് ജോലി ചെയ്ത് ജോലി ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും 6 ഡേറ്റ് വരെ എടുത്ത് വന്ന ആളാണ്. എന്നിട്ട് പോയി 6 എക്സാം എഴുതി ഫെയിലായി. കാരണം ദൈവവിളി കിടക്കുക, അനുസരണക്കേട്. കേട്ടോ, എന്നോട് ഓൾറെഡി കർത്താവ് പറഞ്ഞതാ, നീ ആ രാജ്യത്ത് ഒരു ദിവസം പോലും ജോലി ചെയ്യത്തില്ലെന്ന്. ഒരു ദിവസം പോലും ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി 6 എന്തിനു എഴുതിയെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങളിപ്പോ ചോദിക്കും, പിന്നെ എന്തിനാ പോയി 6 എഴുതിയേ? ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്തിനാ? എങ്ങാനും കിട്ടിയാലോ. മനസ്സിലായോ? കിട്ടത്തില്ലെന്ന് ഉറപ്പില്ലേ? കർത്താവ് പറഞ്ഞതിനെതിരെ അനുസരണക്കേട് കാണിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല, ഫെയിലാവും. ഞാൻ ഫെയിലായി. അപ്പോഴും എനിക്കുണ്ട്, ഉള്ളിലുണ്ട് ഈ ദൂത് കിടപ്പുണ്ട്. മമ്മി എപ്പോഴും എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തും, മോനെ ദൈവം പറഞ്ഞ ആലോചന അറിയാമല്ലോ. രണ്ടാമത് വീണ്ടും എല്ലാവരും എന്നെ എൻകറേജ് ചെയ്യുക, അക്സാ രണ്ടാമത് ഒന്നുകൂടെ 6 എഴുത്. പക്ഷെ 6 എഴുതാൻ വരുമ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു എഴുതരുത്. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. എന്നാൽ അതിലുപരി എന്റെ ഉള്ളിൽ കത്തുന്ന വേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡിനോട് എങ്ങനെ പറയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങുവാന്ന്. കാരണം ഈ രാജ്യത്തുള്ളവർ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നേഴ്സ്. ഇപ്പൊ ഒന്നാമത് നേഴ്സ് പഠനം കഴിഞ്ഞിരിക്കുന്ന ഒരു നേഴ്സ് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം. മനസ്സിലാവുന്നുണ്ട്? ജോലിയൊക്കെ ചെയ്ത് 2 പേര് ജോലി ചെയ്താൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും പറഞ്ഞൊരു കാര്യം. ഞാൻ നോക്കുമ്പോൾ എന്റെ ചുറ്റും എല്ലാവരും ജോലി ചെയ്യുക, ഞാൻ മാത്രം ജോലി ചെയ്യുന്നില്ല. അന്ന് എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ ആദ്യമൊക്കെ കുഞ്ഞിന്റെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ ദൈവാത്മാവിനോട് പറഞ്ഞു വേലക്കിറങ്ങാൻ സമയമായി, ഇറങ്ങണം. അപ്പൊ എനിക്ക് പേടി, കർത്താവ് ഞാൻ എങ്ങനെ എന്റെ ഭർത്താവിനോട് ഇത് പറയും? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഇപ്പൊ 6 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, CNA ആയിട്ടാണെങ്കിലും കയറ്, ഒരു ദിവസം ജോലി ചെയ്താൽ മതി, നമുക്കതൊരു ഹെൽപ്പാവും, സാമ്പത്തികമായി വളരെ ഒരു ഭദ്രതയിലേക്ക് വരാൻ കഴിയും. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ശരിയാ എനിക്ക്. എന്നാൽ ദൈവമക്കളെ ഇതെങ്ങനെ പറയണമെന്നറിയില്ല. അപ്പൊ ഞാൻ പഠിച്ചൊരു പാഠമാണ് ഞാൻ ഈ പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഭർത്താവിനോട് പറയാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ചാടിക്കേറി പറയുന്നതിന് പകരം ദൈവസന്നിധിയിൽ ഇരിക്കുക. ഞാൻ ചെയ്ത കാര്യം, ഞാൻ 3 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഈ വിഷയത്തിനുണ്ട്. കർത്താവേ, എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് ഈ വിഷയം പറയണം, അങ്ങ് പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അങ്ങ് എനിക്ക് വേണ്ടി ഒരാളോട് സംസാരിക്കണം, അതെന്റെ ഭർത്താവ്. കാരണം പുള്ളിയും കൂടെ അംഗീകരിച്ചാൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഭർത്തൃ നിയമത്തിന് ഇപ്പോൾ നമ്മൾ ആയിരിക്കുമ്പോൾ ആ നിയമം കൂടെ ചെയ്യണം, ഇല്ലേ? അദ്ദേഹത്തെ ധിക്കരിച്ച് ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാനുഷികമായി എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ലെന്ന്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ ജോലി ചെയ്യണം. എന്നാൽ ദൈവങ്ങളെ 3 ദിവസം ഉപവാസം കഴിഞ്ഞു. അന്ന് ദൈവം ചെയ്തൊരു അത്ഭുതമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ ഓൾറെഡി എന്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റാ. ആ കുഞ്ഞിന്റെ സ്കാനിങ് നടക്കാൻ പോവാ 5ാം മാസത്തിൽ. ഇപ്പൊ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറയാം, കർത്താവേ, അങ്ങ് എനിക്കൊരു ആൺകുഞ്ഞിനെ ദാനമായി തരണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ കുഞ്ഞാണാന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിച്ച നെക്സ്റ്റ് മന്ത് തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ എനിക്കറിയാം കർത്താവിന് ഒരു ഡിലേ. കർത്താവ് പറഞ്ഞു അത് അവിടെ തടസ്സമുണ്ടതാ, നീ ചോദിച്ച പോലെ ഞാനൊരു തലമുറയെ തരും, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ കർത്താൻ എന്റെ വേലയ്ക്ക് ഇറങ്ങണം. ഞാൻ സ്കാനിങ്ങിന് ചെന്ന് സ്കാനിങ് ടേബിളിൽ കിടക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞു ഇറ്റ്സ് എ ബോയ്, ആൺകുഞ്ഞാ. എനിക്ക് ഭയങ്കര സന്തോഷം.
വളരെ സന്തോഷം. ഞാൻ തിരിച്ചു വീട്ടിൽ വരുക. അന്നാണ് എനിക്ക് ഈ കാര്യം അച്ഛനോട് പറയേണ്ടത്. കാരണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എല്ലാ കർത്താവ് എനിക്ക് ചെയ്തു തന്നു, ഇനി എനിക്ക് ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പ്രാർത്ഥിച്ച് നമ്മൾ എസ്തേർ 3 ദിവസം പ്രാർത്ഥിച്ച് അല്ലെ ഉപവസിച്ച് രാജധാനിയിൽ പോയ പോലെ തന്നെ ഞാൻ എന്റെ ഭർത്താവിന്റെ അടുക്ക ചെന്നത്. അച്ചാച്ച എനിക്കൊരു കാര്യം പറയണം. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അമേരിക്കയിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു ദൈവദാസനെ കൂടെ ശക്തമായ ദൈവം എന്നോട് സംസാരിച്ചു, കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. എന്നാൽ ഞാൻ ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്തു. കാരണം എനിക്ക് അറിയില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാ, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഇവിടെ വന്ന് ഒരു ദിവസം പോലും ജോലി ചെയ്യത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. അതിപ്പോ ഇതുവരെ നോക്കിയ സത്യമാണ്. ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് നടക്കുന്നില്ല. 6 ഫെയിലായി. രണ്ടാമത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറയുന്നു വേലയ്ക്ക് ഇറങ്ങുക. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി, എന്റെ ഹസ്ബൻഡ് അധികം സംസാരിക്കുന്ന ആളല്ല. പെട്ടെന്ന് അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, ദൈവം പറഞ്ഞെങ്കിൽ നീ അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ എന്തുവാ, ദൈവം പറഞ്ഞെങ്കിൽ നീ അതുപോലെ ചെയ്തു. ദൈവമക്കളെ, അന്ന് ദൈവസന്നിധിയിൽ ഞാനും ഹസ്ബൻഡും കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എന്റെ ഭർത്താവാണ് എന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം, നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും ഞെരുക്കളും സാമ്പത്തികമായി നമുക്ക് ആവശ്യങ്ങളുണ്ട് മുമ്പിൽ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ, ഞാൻ അയക്കുന്നിടത്ത് നീ പോയാൽ, ഞാൻ പറയുന്നത് നീ അതുപോലെ മറച്ചു വെക്കാതെ പറഞ്ഞാൽ, നിന്റെ ഒരു ആവശ്യത്തിനും ഞാൻ മുട്ടുവരുത്തത്തില്ലെന്ന് പറയും. ദൈവമക്കളെ, ഇന്നും ഞാൻ പറയുക, ദൈവ മഹത്വം ഞാൻ ഓരോ സെക്കൻഡും കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാം? ദൈവം പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കൂ, അക്സ എല്ലാം ദൈവം പറയുന്ന അനുസരിക്കും. അനുസരണക്കേട് ഒത്തിരി പണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇന്നെല്ലാം പറയുന്ന അനുസരിക്കുന്നത്. മനസ്സിലായോ? അബ്രഹാം 2 വട്ടം അനുസരണക്കേട് കാണിച്ചു. എന്റെ ജീവിതത്തിൽ എത്ര അനുസരണക്കേട് കാണിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി വട്ടം ദൈവം പറയുന്ന പോലെ പോകാത്ത അവസരങ്ങളുണ്ട്. അതിന്റെ ഒക്കെ തിക്താനുഭവങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. അപ്പാ, അങ്ങ് പറയുന്നത് എന്താണ്? ഉപവസിക്കാൻ പറഞ്ഞാൽ ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ, പോകരുതെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ ഉള്ള ഒരു അനുസരണത്തിന്റെ കൃപ എനിക്ക് തരണം. കാരണം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാടുള്ളതാ. അത് ദൈവം കൃപ തന്നാലേ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അപ്പോൾ ദൈവം പറയുന്നത് അതുപോലെ, കർത്താവ് ഇങ്ങനെ ചെയ്താൽ ആ കാര്യം എങ്ങനെ നടക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, ഓക്കെ, അത് ആദ്യം തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാൻ പറയും. പകരം ചോദ്യം ചെയ്യാതെ അബ്രഹാം അനുസരിച്ചതുപോലെ അനുസരിച്ചാൽ ഒരു ദൈവമഹത്വം വെളിപ്പെടും. അപ്പൊ സംഭവിക്കുന്ന ഞാൻ പറയാൻ പോകുന്നേ, അനുസരിക്കുന്നവർക്ക് ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അവരുടെ ടൈറ്റിൽ മാറാൻ ഇടയായിത്തീരും. മനസ്സിലാവുന്നുണ്ടോ? അനുസരിക്കുന്നവർ എവിടെയുണ്ടോ അവരുടെ ടൈറ്റിൽ മാറും. എന്തുവാ ടൈറ്റില്? ഇപ്പോൾ അബ്രഹാമിന്റെ പേരെന്ന് അറിയോ? ബഹുജാതികളുടെ പിതാവ്. അനുസരിച്ചപ്പോ വെളിപ്പെട്ടതാ. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ ടൈറ്റിൽ മാറണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ദൈവം, ഞാൻ എന്നും ഒരവസ്ഥയിലാകരുത്, എനിക്കൊരു വ്യത്യാസം വേണം, എന്റെ ജീവിതത്തിൽ ചില ചേഞ്ചസ് വേണം. പരിശുദ്ധാത്മാവിനെ നിങ്ങളെ നോക്കി പറയുക, എവിടെയെങ്കിലും അനുസരണക്കേട് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ ദൈവം പറഞ്ഞിട്ട് ആ കൽപ്പന അനുസരിക്കാതെ അല്ലെങ്കിൽ വഴിവിട്ട് പോവുകയാണെങ്കിൽ കർത്താവ് പറയും, ഇല്ല, മടങ്ങി വാ, നീ അനുസരിക്ക്. അനുസരിക്കുമ്പോൾ നിന്നിലേക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. മനസ്സിലായോ? ശുശ്രൂഷയിൽ അത് വെളിപ്പെടും, കുടുംബജീവിതത്തിൽ വെളിപ്പെടും. ക്ഷമിക്കാനായിരിക്കും ചിലപ്പോൾ ഒരാളോട് പറയുന്നത്, നീ പോയി ക്ഷമ ചോദിക്കാനായിരിക്കും പറയുന്നത്, അത് ചെയ്യണം. നാം അടക്കാനായിരിക്കും കർത്താവ് പറയുന്നത്, അനുസരിക്കണം. ചില സമയത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും. ചിലപ്പോൾ പറയും, നീ ഇനി ഒരിടത്ത് പോയാൽ ഒന്നും മിണ്ടരുതെന്നായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും, ഒന്ന് മിണ്ടിയോണ്ട് ഇപ്പൊ എന്താ പറ്റുന്ന? മിണ്ടി നോക്ക്, ഒരു വാക്കേ പറയത്തുള്ളായിരിക്കും, പക്ഷെ അത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്നത് കലാശിക്കും. ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ നീ മിണ്ടാതിരിക്കാനാ പരിശുദ്ധാത്മാവ് പറഞ്ഞ, മിണ്ടരുത്. ചില വിഷയത്തിന്റെ മേൽ നീ അഭിപ്രായം പറയുന്ന പരിശുദ്ധാത്മാവ് ഉള്ളി പറഞ്ഞ പറയരുത്. ഇത് അനുസരണം എന്ന് പറയുന്നത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ചിലത് ഞാൻ അനുസരിക്കാം, പക്ഷെ ചിലത് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, മഹത്വം വെളിപ്പെടുത്തത്തില്ല. മഹത്വം വെളിപ്പെടുത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഒരിക്കൽ കൂടി പറയുക, അനുസരിക്കുന്നവരുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ദൈവമഹത്വം. അതാരിൽ വെളിപ്പെട്ടു? അബ്രഹാമിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഏലിയാവിൽ വെളിപ്പെട്ടു. അതുപോലെ വെളിപ്പെട്ട ഒരു വ്യക്തിയാണ് നയമാൻ.
7 വട്ടം മുങ്ങാൻ പറഞ്ഞു, 7 വട്ടം മുങ്ങി. പക്ഷെ ആ മുങ്ങാൻ നയമാന് കുറച്ചു പേരുടെ ഹെൽപ്പ് വേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? 1-ാം വട്ടം മുങ്ങി ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ബാലിക്കാരുടെ ഒരു നോട്ടമുണ്ട്, മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? പുള്ളി ആ ദൂത് കേട്ടപ്പോഴേ ഓടിപ്പോവാനിരുന്ന മനുഷ്യനാ, ദേഷ്യതും കൊണ്ട്. ഞങ്ങൾക്ക് അവിടെ നല്ല വെള്ളമുള്ളതാ, ഇവിടെ കൊണ്ടുവന്ന് ഈ ഓവർദാനിലെ കലങ്ങിയ വെള്ളത്തിലാണ് ഞാൻ മുങ്ങുന്നത്. അപ്പോഴും ഒരു ബാല്യക്കാരൻ ഉണ്ട്. എവിടെയും നമുക്ക് വേണ്ടി ചില ബാല്യക്കാരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കും. മോളെ ഒന്ന് ചെയ്ത് നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്, ആ പ്രാർത്ഥനയ്ക്കൊന്ന് പങ്കെടുത്ത് നോക്ക്, ആ സൂമിലെ ഒരു മീറ്റിംഗ് മോളൊന്ന് കയറി നോക്ക് എന്നൊക്കെ പറയാൻ ചില ബാല്യക്കാരെ ദൈവം നമ്മുടെ മുമ്പിൽ ഒഴുക്കും. പക്ഷെ അതും അനുസരിക്കാതിരുന്ന എന്ത് ചെയ്യത്തില്ല? ബാലിക്കാരന് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. നയമാന നീ ജീവിതകാലം മൊത്തം ഈ കുഷ്ഠം കൊണ്ട് നടക്കും. എന്നാൽ പകരം നീ അവൻ പറയുന്നൊന്ന് അനുസരിക്കാൻ തയ്യാറായിക്കേ, ഇല്ലേ? അവിടെ ഞാൻ കണ്ടത് പ്രവാചകന്റെ അനുസരണമാ. സാധാരണ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു വലിയൊരു രാജ്യത്തിന്റെ ഒരാൾ എഴുന്നള്ളി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി സ്വീകരിക്കാൻ ചെല്ലും. അവിടെ പ്രവാചകനോട് ദൈവം എന്താ പറഞ്ഞേ? നീ ഇറങ്ങാൻ വേണ്ട, പോവുകയും വേണ്ട, നീ നിന്റെ ബാലിക്കാരനെ വിട്ട് പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം എന്നാ? നീ പോവണ്ട. പക്ഷെ നമ്മളായിരുന്നെങ്കിലോ, അയ്യോ, ഒരു രാജ്യത്തിന്റെ വലിയ ആള് വരുന്നു, ഇറങ്ങുന്നു, പോകുന്നു, ചെയ്യുന്നു, ഇല്ല, പറഞ്ഞു വിട്ടു ദൂത്. അവനോട് പറ പോയി 7 വട്ടം മുങ്ങിയിട്ട് വരാൻ. അവൻ അതുപോലെ ചെയ്തു. 6 വട്ടം മുങ്ങിയിട്ട് അവൻ ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് പോയിരുന്നെങ്കിലോ? ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തു, കർത്താവ് പറയുക നോ, ഒന്നുകൂടെ നീ ചെയ്. കർത്താവെ ഞാൻ 6 വട്ടം ചെയ്തു, അല്ലെ 6 വട്ടം എക്സാം എഴുതി, 6 വട്ടം ഫെയിലായി. കർത്താവ് പറയും നീ ഒന്നുകൂടെ എഴുത്. ഇതെന്തുവാ കർത്താവ്, എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഇത്രയും വട്ടം എക്സാം എഴുതിപ്പിക്കുന്നത്? NLEX ആയിരിക്കാം, അല്ല IELTS ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഏത് എക്സാം ആയിരിക്കാം നിങ്ങൾ എഴുതുന്നത്. 1 വട്ടം എഴുതി, 2 വട്ടം എഴുതി, 3 വട്ടം എഴുതി, 4 വട്ടം എഴുതി, 5 വട്ടം എഴുതി, 6 വട്ടം എഴുതി. കർത്താവ് അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ അനുസരണമാ. കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കുമോ? ക്വസ്റ്റ്യൻ ചെയ്യാതെ, പിറുപിറുക്കാതെ. നയമാൻ 7 വട്ടം മുങ്ങാന്ന് പറയുന്നത് ഈസിയുള്ള ഒരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ പൊസിഷൻ വെച്ച് അദ്ദേഹം ഇത്രയും ഞാൻ ചെയ്യണോ? എന്നാൽ അദ്ദേഹം താഴ്ത്തി കൊടുത്തപ്പോൾ, 7-ാമത്തെ വട്ടം മുങ്ങി എഴുന്നേറ്റപ്പോൾ തന്റെ ശരീരം ഹീലിംഗ്, പൂർണ്ണ വിടുതലിലേക്ക് നടന്നു. ഇതാ ഞാൻ പറഞ്ഞ അനുസരണത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. അവസാനത്തെ പോയിന്റ് പറഞ്ഞ് എന്നോട് നിർത്തുക. വിശ്വാസത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമഹത്വം ഉണ്ട്. വിശ്വാസത്തിന്മേൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. അതാണ് ഞാൻ പറഞ്ഞ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിഷയം. എന്തുവാ വിശ്വാസത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം? ആ രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊടാൻ വേണ്ടി അവളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തൊരു വിശ്വാസമുണ്ട്. യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും എനിക്കൊന്ന് തൊട്ടാൽ മതി. അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തിയെ. കേട്ടറിഞ്ഞ ഒരു വിശ്വാസമാണ്. എന്നാൽ ആ കേട്ടറിഞ്ഞ വിശ്വാസത്തെ അവള് എന്താ പറയുക, പിടിച്ചു നിന്നു. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു പറയുന്നു എന്നുള്ളത് അവർക്ക് വിഷയമല്ല. എന്നാൽ ദൈവമക്കളെ എന്താ സംഭവിച്ചത്? അവൾ അത് വിശ്വസിച്ച് ചെയ്യാൻ തൊടാൻ തയ്യാറായപ്പോൾ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ വെളിപ്പെടുന്ന ദൈവം. ഇത് തന്നെയാണ് കനാന്യ സ്ത്രീയുടെ മകൾ അവിടെ പറയുന്നുണ്ട്, എന്റെ മോൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. ആ വിശ്വാസം അവിടെ പരിശോധിക്കപ്പെട്ടെങ്കിലും കർത്താവ് പറയുക, നിന്റെ വിശ്വാസം പോലെ ഭാവിക്കണം. നീ എന്താഗ്രഹിക്കുന്നത് നടക്കും. സമാധാനത്തോടെ നീ ഭവനത്തിൽ പൊക്കോ. ദൈവമക്കളെ അവിടെ വെളിപ്പെട്ടത് എന്താണെന്നറിയാമോ? അവരുടെ വിശ്വാസത്തിന്മേൽ ആ മഹത്വം വെളിപ്പെട്ടത്. അപ്പം നമ്മൾക്ക് ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് നോക്കാം, എങ്ങനെയാണ് ദൈവമഹത്വം വെളിപ്പെടേണ്ടത്? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾക്ക് കാണുന്ന രീതി വെളിപ്പെടുന്ന ചില ദൈവമഹത്വമുണ്ട്. രുചിച്ചറിയുന്ന ദൈവമഹത്വമുണ്ട്. ജീവൻ നൽകുന്ന, ജീവൻ നഷ്ടപ്പെട്ടതിന് ജീവൻ കൊടുത്ത് വെളിപ്പെടുത്തുന്ന ദൈവമഹത്വമുണ്ട്. 4 അനുസരണത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. 5 വിശ്വാസത്തിൽ വെളിപ്പെടുന്ന ദൈവമഹത്വം. ഇത് പറഞ്ഞിട്ട് അവസാനം ഞാനൊരു വാക്ക് പറയാം. ഇതെല്ലാ മേഖലകളിലും ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ ഇത് അവസാനം എന്തോ സംഭവിക്കുന്നത്? നമ്മളിൽ ആ ദൈവമഹത്വം വെളിപ്പെടും. അതായത് അക്സ എന്ന് പറയുന്ന വ്യക്തിയിൽ ആ മഹത്വം വെളിപ്പെടുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിനെ ആ കാണുന്ന ആ മഹത്വത്തിൽ കൂടെ അവിടെ സംഭവിക്കുന്നത് എന്റെ സ്വഭാവം മാറും. ദൈവമഹത്വം ഒരാൾ കണ്ടാൽ എന്താ പറ്റുന്നത്? ആ വ്യക്തി ആകമാനം ചേഞ്ച് ആവും. മനസ്സിലായോ? ഞാൻ ഈ മഹത്വം വെളിപ്പെടുക, നിങ്ങളുടെ വിഷയങ്ങളിൽ മഹത്വം വെളിപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന മൊത്തം നിങ്ങളുടെ ഭൗതികമായിരിക്കാം. എന്നാൽ ഇന്ന് എത്ര പേർക്ക് ഭൗതിക വിഷയങ്ങളാണെന്ന് മാറ്റി വെച്ചിട്ട് കർത്താവെ എന്റെ ജീവിതത്തിൽ, എന്റെ ആത്മീക ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെടാമോ? അങ്ങനെ വെളിപ്പെടുമ്പോൾ ഉള്ള ഗുണം ഞാൻ പറയാം. നിങ്ങളെ നാളെ തൊട്ട് കാണുന്നവർ പറയും ഈ വ്യക്തി ഒത്തിരി മാറിപ്പോയെന്ന് പറയും. സംസാരം നേരത്തെ എടുത്തിയാടി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം.
ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ദേഷ്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ദൈവമഹത്വം നിങ്ങളുടെ സ്വഭാവത്തിൽ വെളിപ്പെടുമ്പോൾ നടക്കുന്നത്, നാളെ നിങ്ങളുടെ സംസാര രീതി മാറാൻ തുടങ്ങും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? സംസാര രീതി മാറാൻ തുടങ്ങും. എടുത്തടിച്ച പോലെ വർത്താനം പറയത്തില്ല, ദേഷ്യപ്പെടത്തില്ല. നിങ്ങളുടെ നാവിന്റെ മേലൊരു കൺട്രോൾ ദൈവം വരുത്തും. ഹല്ലേലൂയ. ആകയാൽ ഞാനിത് പറഞ്ഞത് എല്ലാം ഭൗതികമായിട്ട് എടുക്കരുത്. ഞാൻ ഇതിന്റെ പറയുന്ന ആത്മീക പശ്ചാത്തലം എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടും, അനുസരിച്ചാൽ ദൈവമഹത്വം വെളിപ്പെടും. ഇതൊക്കെ വെളിപ്പെടുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ദൈവം ചെയ്തു തരുമ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ ആള് മാറിയ ആളെ പോലെ ആകും. നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യയായി മാറാൻ തീരും. ഹല്ലേലൂയ. ആ മഹത്വം വെളിപ്പെടുമ്പോഴേ നമ്മൾ പറയും കർത്താവിന്റെ വരവിലും ആ ദൈവിക മഹത്വം നമ്മളെ വെളിപ്പെടുത്തുള്ളൂ. ഈ മാറ്റം ഒന്നും വരുത്താത്ത വ്യക്തിയിൽ ഭൗതികമായ എത്രയൊക്കെ നന്മകൾ ദൈവം ചെയ്താലും അൾട്ടിമേറ്റ് ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി വെളിപ്പെടണം, അല്ലെ? മഹത്വമുള്ള ശരീരം നമ്മൾ ധരിക്കണമെങ്കിൽ ആത്മിക മനുഷ്യനൊരു മാറ്റം വേണം. ഈ ജഡം മരിക്കണം. മനസ്സിലായോ? ജഡം മരിക്കാത്തടത്തോളം ആത്മിക മനുഷ്യന് ആ മഹത്വം ലഭിക്കത്തില്ല. ആകയാൽ നമ്മളിൽ എല്ലാവരിലും ആ രൂപാന്തരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആകയാൽ എന്ന് എത്ര പേർക്ക് നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചാൽ, നിങ്ങളുടെ തലയെ കൈവച്ച് പറയാൻ കഴിയും, കർത്താവേ, എന്റെ ആത്മീക മനുഷ്യനിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടണം. എന്നിൽ ഒത്തിരി കുറവുണ്ട്, ഞാൻ ജഡത്തില്ല. അപ്പാ, എന്നിൽ ഒരു ദൈവമഹത്വം വെളിപ്പെട്ടാൽ അതെന്റെ സ്വഭാവത്തിൽ മാറ്റം വരണം, എന്റെ ശുശ്രൂഷയിൽ ആ മാറ്റം വരണം കർത്താവേ. അപ്പ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ ഒരു മാറ്റം, മറ്റുള്ളവർക്ക് സകല ജഡവും കാണത്തക്ക രീതിയിൽ ഒരു മഹത്വം വെളിപ്പെടണം. എങ്ങനെ കാണും? എന്റെ സംസാരം മറ്റുള്ളവർ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, എന്റെ രീതികൾ മറ്റുള്ളവർ കാണുമ്പോൾ, എന്റെ ഒരു വിഷയത്തിനോടുള്ള എന്റെ റെസ്പോൺസ് മറ്റുള്ളവർ കാണുമ്പോൾ അവർ പറയണം, ഈ വ്യക്തിയിൽ എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. അപ്പൊ പറയണം, യെസ്, ക്രിസ്തു എന്നിൽ വന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് പഴയതുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പഴയതുപോലെ നിങ്ങളോട് ഇടപെടാൻ കഴിയത്തില്ല, എനിക്ക് പഴയതുപോലുള്ള ഒരു ജീവിതം പറ്റത്തില്ല. കാരണം ആ മഹത്വം എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ മഹത്വം മറ്റുള്ളവർ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഭർത്താവ് കാണും, കുഞ്ഞുങ്ങൾ കാണും, വീട്ടിലുള്ളവർ കാണും, അമ്മായിയപ്പനും അമ്മായിമ്മയും കാണും. അവരിലേക്കും ആ ട്രാൻസ്ഫോർമേഷൻ നടക്കാനിടയായി. ആകയാൽ ഹല്ലേലൂയ, നമ്മളിൽ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ സിസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.